السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى الآل والصحابة الفائزين أما بعد. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ശ്രോതാക്കളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട 3 വിജ്ഞാനങ്ങളിൽ ഒന്നായ ഇസ്ലാമിക കർമ്മശാസ്ത്രം, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കൽ അനിവാര്യമായ വിഷയങ്ങൾ, ഏതാനും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ ഞാൻ പറയുകയുണ്ടായി. ഇസ്ലാമിൽ മുക്കല്ലഫായ അഥവാ പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യന്റെ ഏത് പ്രവർത്തനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്താൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട് എന്നതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. ഇതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ. ഉണ്ട്. ഓക്കെ. അപ്പോ ആ ഇസ്ലാമികമായ നിയമങ്ങൾ പരിശോധിക്കുന്ന, നിയമങ്ങൾ പഠിക്കുന്ന ഇൽമാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ട പഠന വിഭാഗം. ഇവിടെ കർമ്മശാസ്ത്രത്തിൽ രചിക്കപ്പെട്ട, ശാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്രത്തിൽ രചിക്കപ്പെട്ട അനേകം കിതാബുകൾ നമുക്ക് കാണാൻ പറ്റും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ പേരിൽ അറിയപ്പെടുന്ന ഷാഫി ഇമാമിന്റെ ശിഷ്യന്മാർ ഇമാമിൽ നിന്ന് കേട്ടെഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെ ശാഫിഈ മദ്ഹബിലെ അനേകം പണ്ഡിതന്മാരാൽ വിരചിതമായി ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന അനേകം ഫിഖ്ഹിന്റെ, കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ വളരെ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ കേരളക്കരയിൽ ജനിച്ച് ഇവിടെ ജീവിച്ച ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ രചിച്ച ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാത ഗ്രന്ഥം. ലോകത്ത് ശാഫിഈ മദ്ഹബ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അറിയപ്പെടുന്ന കിതാബാണ് ഫത്ഹുൽ മുഈൻ. അതിന്റെ രചയിതാവ് നമ്മുടെ നാട്ടുകാരനാണ്, പൊന്നാനിയിൽ ജനിച്ചവരാണ്, പൊന്നാനിയിൽ വളർന്നവരാണ്. കോഴിക്കോട് ജില്ലയിലെ കുഞ്ഞിപ്പള്ളിയിലാണ് ബഹുമാനപ്പെട്ടവരുടെ ഖബറിടം എന്നാണ് സാധാരണ പറയപ്പെടുന്നത്. പൊന്നാനി മഖ്ദൂമുകളുടെ കൂട്ടത്തിൽ കിതാബുൽ അദ്കിയാ പോലെയുള്ള കനപ്പെട്ട ഗ്രന്ഥങ്ങൾ രചിച്ച ഒന്നാമൻ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ മകന്റെ മകനാണ് ഫത്ഹുൽ മുഈൻ എന്ന അത്ഭുത ഗ്രന്ഥത്തിന്റെ മുസന്നിഫായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഇൽമ് നമുക്ക് എത്തിച്ചു തരുന്നതിന് ഏതെങ്കിലും വിധത്തിൽ ഉള്ള സേവനങ്ങൾ നടത്തിയ ഏതൊക്കെ ഇമാമുമാരും പണ്ഡിതന്മാരും അതുപോലെ തന്നെ മുഅ്മിനീങ്ങളും ഉണ്ടോ, അള്ളാഹു അവർക്കെല്ലാം വലിയ ദറജയും വലിയ സ്ഥാനവും ജസാഉം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗത്ത് ഗവേഷണങ്ങളോ ആ ഗവേഷണങ്ങളെ തുടർന്ന് ഈ പഠന മേഖലയിൽ നടന്ന സേവനങ്ങളോ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ
നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇസ്ലാമിക നിയമം നമുക്ക് പാലിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന നമ്മുടെ പ്രമാണങ്ങളിൽ നിന്ന് ഒരു വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി പറയാൻ ആർക്കും പ്രയാസമാണ്. സത്യത്തിൽ ഇസ്ലാമിന്റെ സമഗ്രമായ വൈജ്ഞാനിക ലോകം, പരിശുദ്ധ ഖുർആനിന്റെ സമഗ്രമായ വൈജ്ഞാനിക ചിന്ത നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ചു തന്നിട്ടുള്ളത് ഇസ്ലാം പറയുന്ന നിയമങ്ങളെ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ബാധകമാണെന്ന് പ്രായോഗിക തലത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഫിഖ്ഹ് പഠിക്കൽ നമുക്ക് കൂടാതെ കഴിയാത്ത ഒരു ഇൽമാണ്. നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അതിന് അള്ളാഹുവിന്റെ നിയമം എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ആമുഖം കൂടുതൽ പറഞ്ഞു ദീർഘിപ്പിക്കാതെ നാം ദൈനംദിനം ആഗ്രഹിക്കുന്ന, പഠിക്കാൻ ഇച്ഛിക്കുന്ന, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതാനും ചില കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കും. ഫത്ഹുൽ മഈൻ പോലെയുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ ആധാരമാക്കി ഫിഖ്ഹ് ക്ലാസ് തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതേ സ്ഥാനത്ത് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ അതിന്റെ ഇടയിൽ വരുന്ന 16-ാം തീയതി ഒരു ഉംറ യാത്ര ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഒരു കിതാബ് ആ നിലക്ക് തുടങ്ങി വെച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് ഉംറ യാത്ര കഴിഞ്ഞു വന്നതിന്റെ ശേഷമാക്കാം. അതിന്റെ മുമ്പ് പ്രധാനപ്പെട്ട ഏതാനും ചില മസലകൾ മാത്രം ചർച്ച ചെയ്യുന്ന വിധത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പോകാം. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വർത്തമാന കാലഘട്ടത്തിൽ നാം നമ്മുടെ പരിസരങ്ങളിലും വീടുകളിലുമെല്ലാം കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നത്തെക്കുറിച്ചാണ്. അഥവാ നമുക്കെല്ലാം പരിചയമുള്ള, വളരെ നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു വെച്ച, എപ്പോഴും നമ്മൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമുക്ക് ഏറ്റവും കനപ്പെട്ട ഒരു അമലാണല്ലോ നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് രീതിയിൽ നമ്മുടെ നിസ്കാരത്തെ വേർതിരിച്ചു തന്നിട്ടുണ്ട്. അഥവാ അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയ നിർബന്ധ നിസ്കാരങ്ങളുണ്ട്, സുന്നത്തായ അഥവാ ഐച്ഛികമായ നിസ്കാരങ്ങളും ഉണ്ട്. പക്ഷെ ഈ നിർബന്ധമായ നിസ്കാരങ്ങളിൽ ഒരു ദിവസം ഏറ്റവും നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യം തരുന്ന ഒരു നിസ്കാരം, ആ നിസ്കാരത്തിന് തന്നെ അല്ലാഹു തആല എത്രയോ ഇരട്ടി പ്രതിഫലം തരുന്ന ഒരു പ്രത്യേക രീതി, ഇതെല്ലാം അല്ലാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോ നമുക്കെല്ലാം അറിയാം, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ദറജ പ്രതിഫലം കൂടുതലുള്ള നിസ്കാരമാണ് ജമാഅത്ത് നിസ്കാരം. 27 ദറജ. 27 ദറജ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ 27 ഇരട്ടി അല്ല. ദറജ എന്ന് പറയുന്നത് കേവലം ഇരട്ടിയല്ല. ഒരു ദറജ ഒരു ഇരട്ടിയേക്കാൾ എത്രയോ വലുതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു റളിയല്ലാഹു അൻഹു തന്റെ തുഹ്ഫയിൽ ഒരു സ്ഥലത്ത് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറുള്ളത് ഒരു ദറജ എന്ന് പറഞ്ഞാൽ ഒരു ഇരട്ടിയാണ്. അപ്പൊ 27 ദറജ എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരം 27 തവണ ആവർത്തിച്ച് നിസ്കരിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. ഒരു നിസ്കാരം 27 തവണ ആവർത്തിച്ച് നിസ്കരിച്ചാലും അത് 27 ഇരട്ടി എന്ന് നമുക്ക് പറയാം. പക്ഷെ ജമാഅത്തിന്റെ കൂലി 27 ഇരട്ടിയല്ല, 27 ദറജയാണ്. അവിടെ ഈ ആവർത്തനം കൊണ്ട് എത്താൻ നമുക്ക് സാധിക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു വലിയ പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ള അമല്, അതിന്റെ പ്രതിഫലം ഒട്ടും കുറയാതെ നേടിയെടുക്കണമെന്ന താല്പര്യത്തോടുകൂടി നമ്മുടെ നാട്ടിൽ പലരും ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ വരാറുണ്ട്. ചില ആളുകൾക്ക്
ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ ജമാഅത്ത് സ്ത്രീകൾക്ക് ശക്തമായി സുന്നത്തുള്ളതല്ല എന്നും, സുന്നത്തുള്ള ജമാഅത്ത് തന്നെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്വന്തം വീടുകളിലാണെന്നും, പള്ളിയിലേക്ക് അവർ ജുമുഅക്കും ജമാഅത്തിനും പോകേണ്ടതില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ജമാഅത്തിന്റെ കൂലി കാംക്ഷിച്ചുകൊണ്ട് എത്രയോ ദൂരത്തേക്ക് നടന്നുപോയി ആ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരുപാട് നല്ല മുസ്ലിമീങ്ങളെ നമുക്ക് കാണാം. നിസ്കാരത്തിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് ഓരോ വഖത്തിലും തെറ്റാതെ നിസ്കരിക്കുന്ന ഒരുപാട് ഉമ്മമാരെയും സഹോദരിമാരെയും സഹോദരന്മാരെയും നമുക്ക് കാണാം. പക്ഷേ ഇവിടെ നാം പറയുന്നത്, ഒരു നിസ്കാരം നമ്മൾ എങ്ങനെ പഠിക്കും? നമ്മള് വർത്തമാനകാല സാഹചര്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്, ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പല പ്രദേശങ്ങളിലും ചുറ്റിക്കറങ്ങി നടന്ന് എത്രയോ നിസ്കരിക്കാത്ത ആളുകളെ ചെന്ന് കണ്ട് അവരോട് ചോദിക്കും, നമുക്ക് നിസ്കരിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് അവരെ സോപ്പിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നിസ്കരിപ്പിക്കും. പക്ഷേ നിസ്കരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നിസ്കരിക്കാൻ മടിയുള്ള ആളുകൾക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നത് നിസ്കാരത്തിന്റെ ഫളായിലാണ്. ഫളായിൽ എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ, നിസ്കരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, ഇത് രണ്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ഒരു വിഭാഗം ആളുകൾ. പക്ഷേ ആ കൂട്ടത്തിൽ അടിയന്തിരമായി അത്തരം ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുണ്ട്. നിസ്കാരത്തിലേക്ക് പ്രേരിപ്പിക്കാൻ ആവശ്യമായ ഫളായില് പറയാം, നിസ്കരിക്കാതിരുന്നാലുള്ള ശിക്ഷകൾ എന്താണെന്നും പറയാം. പക്ഷെ അത് രണ്ടുകൊണ്ട് മാത്രമായില്ല. നിസ്കരിക്കണം എന്ന ചിന്തയിലേക്ക് എത്തിയ ഒരു മനുഷ്യന് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കൽ വളരെ അനിവാര്യമായ ഒരു വിഷയം. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം കൊടുത്തത് മിഅ്റാജിന്റെ രാത്രിയിലാണ്. ആ മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ സമ്മാനമാകുന്ന നിസ്കാരം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹിക്ക് മുമ്പ് മക്കത്ത് തിരിച്ചെത്തി. ആ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ തിരിച്ചെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ചു കൊടുത്ത നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ആദ്യം തുടങ്ങിയത് ളുഹ്റാണ് എന്ന് നമ്മുടെ കിതാബുകളിൽ കാണാം. പക്ഷെ നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ദിവസം രാവിലെ ആദ്യത്തെ നിസ്കാരം സുബ്ഹിയാണ്. മക്കത്ത് സുബ്ഹിന്റെ മുമ്പ് എത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുകൊണ്ട് സുബ്ഹ് തുടങ്ങിയില്ല? ളുഹ്റാണല്ലോ തുടങ്ങിയത്. അതിന് കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ നിസ്കാരത്തിന്റെ വുജൂബുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് പറയുന്നത് കാണാം, ലിഅദമിൽ ഇൽമി ബിൽ കൈഫിയ്യ, നിസ്കരിക്കേണ്ട രൂപം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഫളായില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി. അത് മനസ്സിലാക്കാൻ കുറെ പറയണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഒരാളെയും വിളിച്ചു വരുത്താത്ത അതിമഹത്തായ ഒരു സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോവുകയും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാനസികമായി ഏറെ ടെൻഷനുള്ള ഒരു കാലഘട്ടത്തിൽ ആ ടെൻഷൻ മുഴുവനും മറപ്പിക്കുന്ന വിധം അള്ളാഹു ലോകത്ത് ആർക്കും സാധിക്കാത്ത വിധമുള്ള ഒരു ടൂറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുകയും അള്ളാഹുവിന്റെ മലായികത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അടുത്ത ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനാനുമതിയില്ലാത്ത സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോവുകയും ചെയ്തു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിനെ നേരിൽ കാണാനും സംസാരിക്കാനുമുള്ള അവസരം വരെ കൊടുത്ത രാത്രിയിൽ ആ സ്വീകരണത്തിന്റെ ഇടയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം കൈമാറിയത്. ഇത് മാത്രം മതി നിസ്കാരത്തിന്റെ പ്രാധാന്യം ഫളായിൽ മനസ്സിലാക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫളായിൽ മനസ്സിലായി, മുസ്ലിം ഉമ്മത്തിനും ആ ഫളായിൽ മനസ്സിലായി. പക്ഷെ ഫളായിൽ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല, നിസ്കാരത്തിന്റെ മഹത്വം ഇന്നതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല, എങ്ങനെ നിസ്കരിക്കണം എന്നുകൂടി പഠിക്കണം. അപ്പോഴേ നിസ്കരിക്കാൻ സാധിക്കും.
അത് ജിബ്രീൽ അലൈഹിസ്സലാം പിറ്റേ ദിവസം ളുഹറിന്റെ മുമ്പാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ളുഹർ മുതൽ നിസ്കാരം തുടങ്ങിയത്. മനസ്സിലാണ്ടോ? അപ്പൊ ഞാൻ പറയുന്നത്, ആളുകളെ ഫളായില് പറഞ്ഞു മനസ്സിലാക്കി നിസ്കാരത്തിലേക്ക് പ്രേരിപ്പിക്കുന്നവർ ആ ഫളായില് മാത്രം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ട് കാര്യമില്ല. നിസ്കാരത്തിന്റെ കൈഫിയത്ത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമായി കാണും, ചില ആൾക്കാർ തബ്ലീഗ് ജമാഅത്തുകാരൊക്കെ ഇങ്ങനെ നടന്നിട്ട് നിസ്കരിക്കാത്ത ആൾക്കാർ നിസ്കരിപ്പിക്കാൻ നോക്കുകയാണെന്ന് ഞമ്മക്ക് തോന്നും. അങ്ങനെയാണ് അവരെ പ്രവർത്തനം. അങ്ങനെ അവർ നിസ്കരിപ്പിക്കും. പക്ഷേ അവര് വായിച്ചു കൊടുക്കുന്ന പുസ്തകത്തിൽ നിസ്കാരത്തിന്റെ ഫളിലേ ഉള്ളൂ, എങ്ങനെ നിസ്കരിക്കണമെന്ന് ആ പുസ്തകത്തിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സംഘത്തിന്റെ കൂടെ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന പല ആളുകളുടെയും നിസ്കാരം ഇസ്ലാമിക നിയമപ്രകാരം സ്വഹീഹല്ല, ബാത്തിലാണ്. പലരുടെയും നിസ്കാരം ബാത്തിലാണ്. കാരണം ഫാത്തിഹ സൂറത്ത് പഠിച്ചിട്ടില്ലാത്തവർ, അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ നിബന്ധനകൾ പഠിച്ചിട്ടില്ലാത്തവർ, നിസ്കാരത്തിന്റെ ഘടകങ്ങളെ കുറിച്ച് അവബോധമില്ലാത്തവർ, ഇങ്ങനെ തുടങ്ങി നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിസ്കാരം നിഷ്ഫലമാകുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാത്തവർ, ഇങ്ങനെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു ആൾ മനസ്സിലാക്കിയിരിക്കേണ്ട അടിയന്തിരമായ വിഷയങ്ങളെ കുറിച്ച് അവർക്ക് പഠിക്കാൻ സാധിക്കാത്തത് കൊണ്ട് എല്ലാവരുടെയും കൂടെ അവരും കാട്ടിക്കൂട്ടുന്നു. പക്ഷേ നിസ്കാരത്തിന്റെ മൗലികമായ ഇത്തരം വശങ്ങളെ കുറിച്ച് അവർക്ക് യാതൊരു കാഴ്ചപ്പാടുമില്ല. എന്താ സംഭവിക്കുക? ഫളായില് പറഞ്ഞെടുത്തത് കൊണ്ട് കാര്യമുണ്ടോ? എന്ത് സംഭവിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. പണിക്ക് പോയാൽ കിട്ടുന്ന കൂലി, ഒരു മനുഷ്യൻ പണിക്ക് പോകാൻ മടിയുള്ള ഒരു മനുഷ്യൻ, ഞാൻ ഉദാഹരണം പറയാം, ജോലി ചെയ്യാൻ മടിയുള്ള ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അയാളെ 3 ചെറുപ്പക്കാർ കൂടി ഒരു ജമാഅത്തിന് കൊണ്ടുപോയിട്ട് ഉപദേശിക്കുകയാണ്, മോനെ ഇങ്ങനെ നടന്നാ പറ്റൂല, അധ്വാനിക്കേണ്ട കാലത്തെ അധ്വാനിക്കാൻ പറ്റുള്ളൂ, അന്ന് എന്തെങ്കിലും 10 ഉറുപ്പിക ഉണ്ടാക്കിയാലേ അത് ബാക്കിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഓനെ കൊണ്ടുപോയി ഉപദേശിച്ച് ഫളായിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഓൻ ഏതായാലും പണിക്ക് പോകാൻ തയ്യാറായി. പണിക്ക് പോകാൻ അവൻ തയ്യാറായി. പണിക്ക് പോകാൻ തയ്യാറായപ്പോ എന്ത് പണിയുള്ളത്? ആശേരിപ്പണിയാണുള്ളത്, മരപ്പണിയാണുള്ളത്. എന്നാ ആയിക്കോട്ടെ, ഉളിയണ്ട് കൊടുത്തിട്ട് കൊണ്ടുപോയി മേടിക്കോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആദ്യം പണി പഠിപ്പിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ വെളുക്കാൻ തെച്ചത് പാണ്ടാവും. ഇല്ലെങ്കിൽ കൂലിയല്ല കിട്ടുക, അവസാനം ആരാണ്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അവർക്കെത്തും കാര്യം. അപ്പൊ ഫളായില് പറഞ്ഞിട്ടൊരു വിഷയത്തിന് പ്രേരിപ്പിച്ചാൽ പോരാ. ആ ഫളായില് പറഞ്ഞ് ആരെങ്കിലും ആ വിഷയത്തിന് തയ്യാറായി വന്നാൽ അവർക്ക് ആ അമല് പഠിപ്പിച്ചു കൊടുക്കണം, എങ്ങനെ ചെയ്യണം. അവിടെയാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ എത്രയോ ആളുകളില്ലേ വുളു എടുക്കാൻ അറിയാത്തവർ, കുളിക്കാൻ അറിയാത്തവർ, നെയ്യത്ത് വെക്കാൻ അറിയാത്തവർ, അതുപോലെ തന്നെ നിസ്കരിക്കാൻ അറിയാത്തവർ, നിസ്കരിക്കുമ്പോൾ മറ്റു പലരും കാട്ടുന്നത് പോലെ കാട്ടിക്കൂട്ടുന്നവർ, നിസ്കാരത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ചോ അതിന്റെ അനിവാര്യമായ നിബന്ധനകളെ കുറിച്ചോ നിസ്കാരം നിഷ്ഫലമാകുന്ന കാര്യങ്ങളെ കുറിച്ചോ യാതൊരു ബോധമില്ലാത്തവർ. അങ്ങനെ എത്രയോ ആളുകൾക്ക് പഠിക്കാനാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഈ ക്ലാസ് റൂം ഇപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരുത്താനുണ്ട്. 2 രീതിയിലുള്ള തെറ്റ് പലപ്പോഴും നമ്മുടെ അമലുകളിൽ വരുന്നുണ്ട്. 2 രീതിയിലുള്ള തെറ്റ്. ഒന്ന്, നമ്മുടെ അമലുകളെ പാടെ നിഷ്ഫലമാക്കുന്ന തെറ്റ്. അങ്ങനെയുള്ള അപാകതകൾ നമ്മുടെ അമലുകളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അമലുകൾക്ക് യാതൊരു വാല്യൂവില്ല. അമലുകൾ തന്നെ നിഷ്ഫലമാക്കുന്ന തരത്തിലുള്ള തെറ്റ് വന്നാൽ ആശേരിപ്പണിക്കാരന്റെ അടുത്ത് ശമ്പളം നിഷേധിക്കേണ്ടി വരുന്ന രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നാൽ അയാൾക്ക് ശമ്പളം കൊടുക്കുമോ? ഗൗരവമുള്ള തെറ്റ് വന്നാൽ കൊണ്ടുവന്ന മരത്തിന്റെ ആ മരം പോലും നശിപ്പിക്കുന്ന രീതിയിൽ ഒരാൾ പണിയെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എവിടുന്ന് കൂലി കിട്ടാനാ? അയാൾക്ക് കൂലി കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പാ. എന്നാൽ രണ്ടാമത്തേതൊന്ന്, അയാൾക്ക് അടിസ്ഥാന കൂലിക്ക് അടിസ്ഥാനപരമായ അയാളുടെ അമല് നിഷ്ഫലമാകാതിരിക്കാൻ ആവശ്യമായ നിബന്ധനകളെല്ലാം, ഘടകങ്ങളും നിബന്ധനകളും എല്ലാം അയാളുടെ അമലിൽ മേളിച്ചിട്ടുണ്ട്. അതേ സ്ഥാനത്ത് അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തിരുന്ന വലിയ ഒരു കൂലിയുണ്ട്. അമല് വളരെ അതപോടെ കൃത്യമായി വളരെ കർശനമായി അത് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്താൽ അള്ളാഹു കൊടുക്കുന്ന കൂലി, ആ കൂലി കിട്ടാനുള്ള അവസ്ഥയിലേക്ക് അയാൾ ഉയർന്നിട്ടില്ല.
അഥവാ അയാളുടെ വൈകല്യം കൊണ്ട്, അയാളുടെ മിസ്റ്റേക്ക് കാരണമായി അയാൾക്ക് അമല് പൂർണ്ണമായി നഷ്ടപ്പെടുന്നില്ലെങ്കിലും ആ അമലിന്റെ വലിയ കൂലിയിൽ നിന്ന് ഒരു വിഭാഗം അയാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെ രണ്ടു തരത്തിലുള്ള തെറ്റ് സാധാരണ നമ്മുടെയൊക്കെ അമലുകളിൽ വരാറുണ്ട്. എനിക്കുറപ്പാ. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് എണ്ണി പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്തിന്റെ അഥവാ നമ്മളൊക്കെ സ്വീകരിച്ചിട്ടുള്ള ശാഫിഈ മദ്ഹബിന്റെ കാഴ്ചപ്പാട് പ്രകാരം നമ്മൾ ചെയ്യുന്ന അമലുകളിൽ നമുക്ക് വരാറുള്ള തെറ്റുകൾ ഇങ്ങനെ പറഞ്ഞാൽ പലരും പറയേണ്ടി വരും, ആ തെറ്റ് എനിക്കുണ്ട്, ആ തെറ്റ് എനിക്കുണ്ട്, ആ തെറ്റ് എനിക്കുണ്ട് എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരും. ഓരോ തെറ്റുകളെ പറ്റി പറയുമ്പോഴും പറയേണ്ടി വരും. അപ്പോഴാണ് നമ്മളത് പഠിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടി വരുന്നത്. ഒന്നിരിക്കൽ നമ്മുടെ അമല് നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ അമലിന് പ്രതിഫലം കുറയും. ഇത് രണ്ടും ഇല്ലാതിരിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. നിങ്ങൾ നോക്ക്, ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ 1-2 വർഷത്തോളം നിരന്തരമായി SCVയിൽ ഇന്ത്യൻ സമയം 1 മണിക്ക് ഫിഖ്ഹ് ക്ലാസ് എടുത്തിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞാൽ സംശയ നിവാരണത്തിന് അവസരം കൊടുക്കാറുണ്ടായിരുന്നു. അക്കാലത്ത് ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യം ഞാൻ ഓർക്കുകയാണ്, ഇന്ന് കുളിക്കുമ്പോ നിയ്യത്ത് വെക്കുക എന്നൊരു പരിപാടി ഉണ്ടോ, അതെങ്ങനെയാണ്? നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര കാലത്തെ ഞാൻ കുളിച്ചിട്ടുണ്ടാവും അല്ലെ? ഇതിപ്പോ ആദ്യമായിട്ട് പ്രായപൂർത്തിയായ ഒരാൾ കുളിക്കുന്നതിന് മുമ്പ് ചോദിച്ച ചോദ്യം അത്. കുറെ കാലം കുളിച്ച ഒരാള് ഇപ്പോഴാണ് ചോദിക്കുന്നത്, കുളിക്കുന്നതിന്റെ നെയ്യത്തിനെ കുറിച്ച് ചോദിക്കുന്നത്, വുളൂഇന്റെ നെയ്യത്തിനെ കുറിച്ച് ചോദിക്കുന്നത്. അവിടെയും 2 തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം. ഒരു വിഭാഗം നിയ്യത്ത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നിയ്യത്ത് വെക്കുകയേ ഇല്ല, അങ്ങനത്തെ ഒരു വിഭാഗം. രണ്ടാമത്തെ ഒരു വിഭാഗം നിയ്യത്ത് എന്താണെന്ന് അവർക്ക് കൃത്യമായി അറിയുമെന്ന് അവർ വിചാരിക്കുന്നു, പക്ഷെ അത് ശരിക്കും അവർക്ക് അറിയാത്തത് കൊണ്ട് അവരുടെ നിയ്യത്ത് വെച്ചാലൊട്ട് തീരൂല്ല. 2 കൂട്ടരുണ്ട്. ഒരു കൂട്ടർക്ക് നിയ്യത്ത് അറിയില്ല, അതുകൊണ്ട് വെക്കലില്ല. മറ്റേ കൂട്ടർക്ക് നിയ്യത്ത് യഥാർത്ഥത്തിൽ അറിയില്ല, പക്ഷെ അറിയുന്നതാണോ അവരെ വിചാരം, അതുകൊണ്ട് വെച്ചിട്ടോട്ട് തീരലുമില്ല. ഈ രണ്ടാമത്തെ വിഭാഗത്തെ നാം വസ്വാസുകാരെന്ന് പറഞ്ഞു. വസ്വാസുകാരെന്ന് പറഞ്ഞു അത് ഒരാളുടെ അമല് സ്വഹീഹായി വരാൻ അയാൾ ശ്രദ്ധിക്കുമ്പോ ആ അമലിനെ നിഷ്ഫലമാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി പിശാച് കൊണ്ടുവരുന്ന പുതിയൊരു അടവാണ് വസ്വാസ്. ആ വസ്വാസ് ഇങ്ങനെ വരുമ്പോ അയാൾക്ക് തോന്നും ഇത് ശരിയാക്കണം എന്ന് തോന്നിയിട്ട് അയാൾ അതിന്റെ കൂടെ കെട്ടിമറിഞ്ഞ് കൂടുമ്പോ യഥാർത്ഥത്തിൽ പിശാച് ചെയ്യുന്നത് അമല് സ്വഹീഹാക്കുകയല്ല, മറിച്ച് നഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനത്തെ എത്രയോ വസ്വാസുകാരെ നമുക്ക് കാണാം. അതുകൊണ്ട് അങ്ങനെയുള്ള വസ്വാസുകാരുണ്ടെങ്കിൽ ശരിക്കും അതിന് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കിട്ടുന്ന, അതോടൊപ്പം തന്നെ മതപരമായ വിഷയങ്ങളിൽ ഒരു ഉറച്ച വസ്വാസുകാർക്ക് യോജിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ പറഞ്ഞു തരാൻ പറ്റിയ ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടണം. മനസ്സിലായില്ലേ? പലരോടും മസല ചോദിച്ചാൽ വസ്വാസ് കൂടും. പല സ്ഥലത്തുനിന്നും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വസ്വാസ് കൂടും. അപ്പോ ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നിയേക്കും ഇസ്ലാമിൽ വസ്വാസുകാർക്ക് ഒരു നിയമം ഇല്ലാത്തവർക്ക് ഒരു നിയമം ഉണ്ടോ എന്ന്. അങ്ങനല്ല. ഇസ്ലാമിന് പൊതുവായൊരു നിയമമുണ്ട്. എന്താ? ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് പല വിഷയങ്ങളിലും വളരെ ശക്തമായ ഒരു ഭാഗവും എന്നാൽ ലളിതമായ മറ്റൊരു ഭാഗവും കാണാം. ആ ലളിതമായ ഭാഗം സ്വീകരിക്കേണ്ട ചില അനിവാര്യ ഘട്ടങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകൾ പരിശോധിച്ചാൽ ചിലപ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയാൻ പറ്റുന്ന ഒരവസരമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് വസ്വാസുകാരായ ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ആ രീതിയിൽ തന്നെ പണ്ട് മറുപടി പറയാൻ പറ്റിയ ആളുകളോട് മാത്രം ചോദിക്കണം. അവരിൽ നിന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അവരുടെ വസ്വാസ് കൂടും എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ രണ്ടാമതൊരു വിഭാഗം, ഒന്ന് നിയ്യത്ത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അത് ചെയ്യാറില്ല. രണ്ടാമത്തെ വിഭാഗം നിയ്യത്ത് അവർക്കറിയാം, പക്ഷെ അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച്, ശരിയായ നിയ്യത്തിനെ കുറിച്ച് അവർക്ക് അറിവില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചില തെറ്റിദ്ധാരണകൾ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പിശാചിന്റെ ചില ക്രയവിക്രയങ്ങളിൽ പെട്ടതുകൊണ്ട് അവർക്ക് വസ്വാസ് വരികയാണ്. ഇങ്ങനത്തെ രണ്ടാമൊരു ടീം. ഇത് നിയ്യത്തുമ്പോ തന്നെ ഉണ്ടാകുന്ന തുടക്കത്തിൽ ഉണ്ടാകുന്ന ആപത്താണ്. നിങ്ങൾ നോക്ക്, നിസ്കാരം തുടങ്ങുന്ന സമയത്ത് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാറുണ്ട്.
അല്ലെ? തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലാതെ നമ്മൾ എന്താക്കില്ല, നിസ്കരിക്കില്ല. നമ്മളതിന് പറയൽ ഇഹ്റാം കെട്ടുക എന്നാണ്. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക എന്ന് പറയും. ഹജ്ജിന് പോകുമ്പോഴുണ്ടൊരു ഇഹ്റാം കെട്ട്, ഉംറക്ക് പോകുമ്പോഴുണ്ടൊരു ഇഹ്റാം കെട്ട്. അതുകൊണ്ടാണ് ഉംറക്ക് പോകാൻ ഒരുങ്ങിയ ആളോട് പാസ്പോർട്ടും വിസയൊക്കെ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ഒരുക്കി ഇങ്ങനെ വെച്ച് നിൽക്കുക, പൊറ്റിയൊക്കെ റെഡിയാക്കിയിട്ട് എപ്പോഴാ ചോദിച്ചു കയറെടുത്തോ എന്ന് ചോദിച്ചു. എന്ത് കയറ്? ഇഹ്റാം കെട്ടണ്ടേ? നല്ല ഉറപ്പുള്ള ഒരു കയറില്ലെങ്കിൽ ഇതെങ്ങനെ കെട്ടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് പടച്ചോനെ നല്ലൊരു കയറ് വാങ്ങാൻ മറന്നുപോയല്ലോ എന്ന് അയാളിങ്ങനെ ആലോചിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത് ഇഹ്റാം കെട്ടുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. സത്യത്തില് നിസ്കാരത്തിന് ഇഹ്റാമുണ്ട്, ഹജ്ജിന് ഇഹ്റാമുണ്ട്, ഉംറക്ക് ഇഹ്റാമുണ്ട്. എന്താ ഇഹ്റാം എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ ഹറാമ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒരു നിഷിദ്ധമായ കാര്യത്തെക്കുറിച്ചാണ് ഹറാമ് എന്ന് പറയുക. ഈ ഹറാമ് എന്ന പദത്തിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചു വന്ന മറ്റൊരു പദമാണ് ഇഹ്റാം. അതെന്താണ് അതിന്റെ അർത്ഥം? ഇഹ്റാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ അഹ്റമ യുഹരിമു ഇഹ്റാമു. ഇഹ്റാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹറാമാക്കുക എന്നാണ്. നേരെ അർത്ഥം ഞാൻ പറഞ്ഞു, ഹറാമാക്കുക. അതെന്താ അങ്ങനെ ഒരു പേര് അതിന് വരാൻ കാരണം? അതിന് പേര് വരാൻ കാരണം ഇഹ്റാം എന്ന് സാധാരണ നമ്മൾ പറയാറുള്ളത് ഓരോ അമലിലേക്കും പ്രവേശിക്കുന്നതിന്റെ തുടക്കത്തെ കുറിച്ചാണ്. നിസ്കാരത്തിൽ തന്നെ നമുക്കറിയാം കുറെ തക്ബീറുകൾ നിസ്കാരത്തിലുണ്ട്, അല്ലെ? നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ഒരു തക്ബീറുണ്ട്, റുക്കൂഇലേക്ക് പോകുമ്പോൾ വേറെ തക്ബീറുണ്ട്, സുജൂദിലേക്ക് പോകുമ്പോൾ വേറെ തക്ബീറുണ്ട്. അങ്ങനെ പല അനക്കങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ തക്ബീറുകൾ ചെല്ലാറുണ്ട്. പക്ഷെ ഇതെല്ലാം ചെല്ലുന്നത് അല്ലാഹു അക്ബർ എന്നാണ്, ഒന്നിലും മാറ്റല്ല. എല്ലാ തക്ബീറുകളുടെയും വാചകം ഒരുപോലെയാണ്. പക്ഷേ ഇതിൽ ഒന്നാമത്തെ തക്ബീർ മാത്രമാണ് തക്ബീറത്തുൽ ഇഹ്റാം, ബാക്കിയുള്ളതൊന്നും തക്ബീറത്തുൽ ഇഹ്റാം അല്ല. ഹജ്ജിന് ഒരു ഇഹ്റാമുണ്ട്, ഉംറക്ക് ഒരു ഇഹ്റാമുണ്ട്. ഹജ്ജിന്റെ ഉംറന്റെ ഒക്കെ പ്രാരംഭ ഘടകമാണ് ഇഹ്റാം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എന്താ ഇഹ്റാം എന്ന് പറഞ്ഞാൽ അത് ഹറാമാക്കലാണ്. എന്താണ് ഹറാമാക്കുന്നത്? നിസ്കരിക്കുന്നതിന്റെ മുമ്പ് അഥവാ നിസ്കാരത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് നമുക്ക് അനുവദനീയമായ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നിസ്കാരം അങ്ങ് തുടങ്ങുന്നതോടുകൂടി അതെല്ലാം ഹറാമായി. അപ്പൊ അതിനെ ഹറാമാക്കിയ ആ എൻറ്ററിങ് പോയിന്റ്, ആ ബിഗിനിങ് പോയിന്റ് അതേതായിരുന്നു? അത് ഈ തക്ബീറായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. മനസ്സിലുണ്ടെങ്കിൽ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നമുക്ക് സംസാരിക്കാമായിരുന്നു, നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നമുക്ക് നടക്കാമായിരുന്നു, നിസ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഭക്ഷണം കഴിക്കാമായിരുന്നു, വെള്ളം കുടിക്കാമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുവദിക്കപ്പെട്ടത് നിസ്കാരത്തിന്റെ മുമ്പ് ഉണ്ടായിരുന്നു. നാം നിസ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുന്നതോടുകൂടി അത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതായി. അപ്പൊ ആ ഇഹ്റാമിനെ കുറിച്ച് തക്ബീറത്തുൽ ഇഹ്റാം, കാരണം ആ തക്ബീർ ഇഹ്റാമിന്റെ തക്ബീറ അഥവാ നേരത്തെ ഹലാലായിരുന്ന പല കാര്യങ്ങളെയും ഹറാമാക്കുന്ന തക്ബീറാണത്. അതാണ് ഹജ്ജിന്റെ ഇഹ്റാം നോക്ക്, ഉംറന്റെ ഇഹ്റാം നോക്ക്. ഇഹ്റാം കെട്ടുന്നതിന്റെ മുമ്പ് ഹലാലായിരുന്ന പല കാര്യങ്ങളും ഇഹ്റാമോടുകൂടി ഹറാമാകുകയാണ്. അതുകൊണ്ടാണ് ഇനി ഇഹ്റാം എന്ന് പറഞ്ഞ തന്നെ. അപ്പൊ അതാണ് ഇഹ്റാം. പക്ഷെ അവിടെ കെട്ടുക എന്നത് നമ്മുടെ ഒരു ശൈലിയാണ്. ഇഹ്റാം കെട്ടുക, ഹജ്ജിന് ഇഹ്റാം കെട്ടുക എന്നാ പറയല്. അവിടെ കെട്ടലൊന്നും ഉണ്ടാവില്ല. പെണ്ണെട്ടുക എന്നറിയും സാധാരണ. അവിടെ ഉണ്ടോ കയറ്? ഇഹ്റാം കെട്ടുക എന്നുള്ളത് കയറുണ്ടാവില്ല. പട്ടിണി കിടക്കുക എന്നറിയും. ചിലപ്പോ കിടന്നോളണമെന്നല്ല. അതൊക്കെ നമ്മൾ ഓരോ പ്രയോഗങ്ങൾ, എഴുത്തിക്കാഫ് ഇരിക്കുക, പട്ടിണി കിടക്കുക, ഇഹ്റാം കെട്ടുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. റൂഹ് ഊതുക, അങ്ങനെയൊക്കെ ഓരോ ഭാഷ, അതൊക്കെ ഓരോ പ്രയോഗങ്ങളാണ്. സത്യത്തിൽ അവിടെ ഒരു ഊതൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, അവിടെ ഒരു കെട്ടൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, അവിടെ ഒരു കിടക്കൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, അവിടെ ഒരു ഇരിക്കൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ സാധാരണ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് ഈ തക്ബീറിനെ കുറിച്ചാണ്. ഹജ്ജിന്റെ ഉംറന്റെ ഇഹ്റാം എന്ന് പറഞ്ഞാൽ അത് ഈ ഘടകത്തെ കുറിച്ചാണ്. ആദ്യത്തെ നിയ്യത്ത്, ഹജ്ജിനവിടെ കടക്കുമ്പോഴുള്ള നിയ്യത്ത്, ആ നിയ്യത്താണ് അവിടുത്തെ ഇഹ്റാം. അല്ലാതെ വേറൊരു കെട്ടലുണ്ടാവില്ല. ഉംറയിലേക്ക് കടക്കുമ്പോഴുള്ള നിയ്യത്ത്, ആ നിയ്യത്താണ് ഇഹ്റാം. ആ നിയ്യത്തിന്റെ കൂടെ ഇഹ്റാമായി പരിഗണിക്കണമെങ്കിൽ
തെൽബിയത്ത് കൂടെ ചൊല്ലണമോ വേണ്ടയോ എന്ന് മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ എന്തായാലും ശരി ഇഹ്റാമാ നിയ്യത്താണ്. മനസ്സിലായോ? ചിലപ്പോ തെൽബിയത്തോട് കൂടെയുള്ള നിയ്യത്ത് അല്ലെങ്കിൽ നിയ്യത്ത് ഏതായാലും ശരി ഇഹ്റാമാ നിയ്യത്ത. അതാണ് ഇഹ്റാം, അതാണ് ബിഗിനിങ് പോയിന്റ്. ഇപ്പൊ നിസ്കാരത്തിൽ നമ്മളെല്ലാവരും ഇഹ്റാം ചൊല്ലലുണ്ട്. ഇഹ്റാം ചൊല്ലുമ്പോ നിസ്കാരത്തിൽ വാജിബായിട്ടുള്ള നിർബന്ധമായി ഉണ്ടാകേണ്ട റുക്കിന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലലാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന കൂടെ നാം കൈ ഉയർത്താറുണ്ട്. അല്ലെ? നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോ കൈ ഉയർത്തുന്ന ആൾക്കാർ ഇവിടെ ഇല്ലേ? കുറെ ആൾക്കാർ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. എല്ലാരും ഇങ്ങനെ മിണ്ടാതെ കേട്ടിരിക്കാന്ന് എനിക്ക് തോന്നണം. നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോ കൈ ഉയർത്തല്ലേ? ആ കൈ ഉയർത്തുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആ കൈ ഉയർത്തുന്ന രീതി എങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. ഞാനിപ്പോ ഒരു ചോദ്യം ചോദിക്കാൻ പോവാ. ഞാൻ എന്റെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കലാണ് സാധാരണ നമ്മളെ ശൈലി. അങ്ങനെ അതിമക്കൊന്നും എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു ഉറക്കം കാണുന്നത്. ആയിക്കോട്ടെ, ഏതായാലും ഒരു ചോദ്യം ചോദിക്കുക. നിസ്കാരത്തിന്റെ സമയത്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അത് നിങ്ങൾക്ക് പിന്നെ പറയാം എങ്ങനെ നമ്മൾ ചെയ്യാറുള്ളത്. എങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്? ഒന്ന്, അല്ലാഹു അക്ബർ ശേഷം അള്ളാഹു അക്ബർ എന്ന് ചെല്ലുക. കയ്യൊക്കെ ഉയർത്തി കെട്ടിക്കഴിഞ്ഞതിന്റെ ശേഷം അള്ളാഹു അക്ബർ എന്ന് ചെല്ലുക. മൂന്നാമത്തെ കോലം കൈ ഉയർത്തുകയും ചെല്ലലും ഒരേ സമയത്ത്. അതെങ്ങനെ? അള്ളാഹു എന്ന് പറയുമ്പോൾ ഉയർത്തുക, അപ്പൊ ചെവിയുടെ നേരെ ഇങ്ങനെ എത്തുക. അക്ബർ എന്ന് പറയുമ്പോൾ താഴ്ത്തിയിട്ട് കിട്ടുക. ഇങ്ങനെ 3 ഓപ്ഷനാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ശ്രദ്ധിക്കണേ. അള്ളാഹു അക്ബർ എന്ന 2 വാക്കുകൾ ഒന്നാമത്തെ വാക്കായ അള്ളാഹു എന്ന് കൈ ഉയർത്തുമ്പോഴും അക്ബർ എന്ന് കൈ താഴ്ത്തുമ്പോഴും ചെല്ലുക. അങ്ങനെ അള്ളാഹു അക്ബർ ആ വാചകത്തിന്റെ ശൈലിക്ക് ഒത്തൊരു താളമായിട്ട് കൈ ഇങ്ങനെ പൊക്കുക. അപ്പൊ തന്നെ അതിനനുസരിച്ച് താത്തും ചെയ്യാം. അങ്ങനെ ഒന്ന്. രണ്ടാമത്തെ ഒന്ന്, കൈ പൊക്കണതിന്റെ മുമ്പ് തന്നെ അള്ളാഹു അക്ബർ മുഴുവനും ചൊല്ലിക്കയ്യുക, എന്നിട്ട് കൈ പൊക്കുക കിട്ടുക. മൂന്നാമത്തെ ഒന്ന്, ആദ്യം കൈ പൊക്കിയിട്ടും കെട്ടിയിട്ടും പിന്നെ എന്താക്കുക അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക. ഇങ്ങനെ 3 രീതിയാണ് ഞാനിവിടെ പറഞ്ഞത്. മനസ്സിലായോ? അതിൽ 3 രീതിയിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഏത് രീതിയാ? ഞാൻ 3-നും ഓരോ പേരിട്ടുതരാം. എന്നാ പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ. ഒന്നാമത്തെ രീതി അതേതാ? താളം ഒപ്പിച്ച് ചെല്ലുക. അള്ളാഹു എന്ന് പറയുമ്പോ കയ്യ് പൊക്കുക, അക്ബർ എന്ന് പറയുമ്പോ കയ്യ് താക്കുക. അതാണ് രണ്ടാമത്തെ രീതി ഏതാണ് വെച്ചാൽ ബി. അതേതാ? ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം കയ്യ് പൊക്കുക, താത്തി കെട്ടുക. മൂന്നാമത്തെ രീതി കെട്ടിക്കഴിഞ്ഞതിന്റെ ശേഷം ചെല്ലുക. അത് സി. ഏത് രീതിയാണ് നമ്മൾ ചെല്ലല് എന്ന് ഇവിടെ നിന്ന് അടിച്ചാല് വളരെ കൊള്ളാമായിരുന്നു. അങ്ങനെ ചെല്ലണവര് മാത്രം അടിച്ചാൽ മതി. ഞാൻ എന്താ വെച്ചാല് നമുക്ക് ആ വിഷയത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തിരുത്താമല്ലോ. പല ആൾക്കാരും എന്റെ ആൾക്കാരുണ്ട്, സിന്റെ ആൾക്കാരുണ്ട്, എബിന്റെ ആൾക്കാർ, ബിന്റെ ആൾക്കാരുണ്ട്. ഏതായാലും വോട്ട് എല്ലാവർക്കും കിട്ടിയിരുന്നു അല്ലെ? ഒരു സ്ഥാനാർത്ഥി നിരാശപ്പെട്ടിട്ടില്ല. നീ കെട്ടിവെച്ച പണം ആർക്കാ പോവുക എന്ന് മാത്രം ആലോചിച്ചാൽ മതി. 3 അല്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കണ്ട, ഇതൊരു തുളഞ്ഞ ചോദ്യമാണ് ചില ആൾക്കാർക്ക്. അത് സക്കാഭിഷ്ടാവൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇപ്പൊ അങ്ങനെ പറയാതെ ഇപ്പോ ഇത് 3 അല്ല. അതാണ് ഇതിന്റെ ശരിയായ ഉത്തരം കേട്ടോ. ഞാൻ ചോദിക്കുമ്പോ പിന്നെ ആ ജാതി ചോദ്യങ്ങളൊക്കെ ചോദിക്കരുത്. ഇത് 3 അല്ല. ഇത് 3ഉം ശരിയായ രീതിയല്ല. പിന്നെ എങ്ങനെ ശരിയായ രീതി അറിയങ്ങള്? ഇതിന് ഒന്നാമത്തെ രീതി ഒന്ന് അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ രീതി ഉണ്ടല്ലോ, അതേതാ? ചൊല്ലിക്കഴിഞ്ഞിട്ട് കൈ വെക്കുക പറഞ്ഞാൽ അത് ഏതായാലും അതല്ല. കഴിഞ്ഞിട്ട് പിന്നെ കൈ പൊക്കി കഴിഞ്ഞിട്ട് ചെല്ലുക പറഞ്ഞാൽ അതുമല്ല. അത് രണ്ടും ഏതായാലും അല്ല. പിന്നെ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ രീതി അതിലെന്താ ഞാൻ പറഞ്ഞത്? അള്ളാഹു എന്ന് ചൊല്ലുമ്പോ കൈ പൊക്കുക, അക്ബർ എന്ന് പറയുമ്പോ കൈ താഴ്ത്തുക. അല്ലേ? നല്ല ഒരു താളാണ്. അങ്ങനെ ചൊല്ലിയൊക്കെ കിട്ടും. അള്ളാഹു എന്ന് പറയുമ്പോൾ പൊക്കുക, അക്ബർ എന്ന് പറയുമ്പോൾ താഴ്ത്തുക. നല്ലൊരു താള. പക്ഷേ ഈ താളം ഒപ്പിച്ചുകൊണ്ടാണ് പല ആൾക്കാരും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാറുള്ളത്.
അതിന്റെ ശരിയായ രീതി അതല്ല. ശരിയായ രീതി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി തുടങ്ങുമ്പോ തന്നെ തക്ബീർ തുടങ്ങണം. മനസ്സിലായില്ലേ? ഉയർത്തി തുടങ്ങുമ്പോ തന്നെ തക്ബീർ തുടങ്ങണം. തക്ബീർ അവസാനിക്കേണ്ട സമയത്ത് വരെ കെട്ടണത് വരെയല്ല തക്ബീർ. പിന്നെന്താ? ആ കൈ ഉയർത്തിയിട്ട് ആ കൈ ഉയർത്തി 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 ചെവിയുടെ നേരെ വരെ ഉയർത്തണം എന്നാണ് കണക്ക്. കറക്റ്റ് പറഞ്ഞാല് കൈവെള്ള കിബിലയിലേക്ക് തിരിയുന്ന വിധത്തിൽ, ഉള്ളം കയ്യ് കിബിലയിലേക്ക് തിരിയുന്ന വിധത്തിൽ നമ്മുടെ വലിയ വിരല്, തള്ളവിരലുണ്ടല്ലോ, കൈയിന്റെ തള്ളവിരല്, അത് ചെവിക്കുന്നിയുടെ നേരെ വരത്തക്ക രീതിയിലാണ് കൈ പൊക്കേണ്ടത്. അത് മനസ്സിലായോ? അങ്ങനെ എല്ലാവരും റൂമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയുള്ളോ? കുട്ടികളാരും കാണില്ലെങ്കിൽ ഒന്ന് പൊക്കി നോക്കി. അല്ല, ഇനി കുട്ടികൾക്ക് തോന്നണ്ട ഇത് വാപ്പാക്ക് എന്തേ പറ്റിയ അല്ലെങ്കിൽ ഉമ്മാക്ക് എന്തേ പറ്റിയെന്ന് തോന്നണ്ട. അതുകൊണ്ട് വെറുതെ എന്താ ഞാൻ പറഞ്ഞ പോലെ കേൾക്കുന്നുണ്ടാവില്ല. കൈ ഇങ്ങനെ പൊക്കി വെക്കുക. കൈ പൊക്കിയാല് ചെവിക്കുന്നിക്ക് നേരെ പെരുവിരൽ വരണം. കൈയിന്റെ ഉൾഭാഗമാകട്ടെ നേരെ കിബിലയിലേക്ക് മുന്നിട്ടാവുകയും വേണം. ആ രീതിയിലാണ് കൈ പൊക്കേണ്ടത്. അതാണ് കൈ പൊക്കുന്നതിന്റെ എക്സ്ട്രീം പോയിന്റ്. ഇനി അവിടുന്ന് കൈ താത്തി കട്ടലേ ഉള്ളൂ, ഇനി പൊങ്ങലില്ല. ഈ പൊങ്ങല് എവിടെയാണോ എപ്പോഴാണോ അവസാനിക്കുന്നത് അപ്പോഴാണ് തക്ബീറും അവസാനിക്കേണ്ടത്. ഇപ്പൊ മനസ്സിലായോ? അള്ളാഹു എന്ന് പറയുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ തുടക്കമാണ് അള്ളാഹു. ആ തക്ബീർ തുടങ്ങുന്ന സമയത്ത് കൈ പൊക്കൽ തുടങ്ങണം എന്ന്. ആ തക്ബീർ അവസാനിക്കേണ്ടത് എപ്പോഴാ? കൈ പൊക്കൽ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ് തക്ബീർ അവസാനിക്കേണ്ടത്. അപ്പൊ തക്ബീർ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ താഴ്ത്തി കെട്ടുന്ന ഒരു പണിയുണ്ട്. അവിടെ തക്ബീർ ഇല്ല, കഴിഞ്ഞ് തക്ബീർ അതിന് മുമ്പ് കഴിഞ്ഞു. ഇതാണ് നിസ്കാരത്തിൽ കൈ കെട്ടുന്നതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം. ഈ പൂർണ്ണമായ രൂപം തെറ്റിച്ചാല് നിസ്കാരം ശരിയാകാതിരിക്കില്ല. നിസ്കാരം ശരിയാകാൻ കൈ പൊക്കിക്കൊള്ളണം തന്നെയല്ല കേട്ടോ. അടിസ്ഥാനപരമായി നിസ്കാരം ശരിയാകാൻ കൈ പൊക്കിക്കൊള്ളണം എന്നില്ല. ഇതിനർത്ഥം ഞാൻ പൊക്കണ്ടെന്നല്ല, അങ്ങനെ മനസ്സിലാക്കണ്ട. ഒരാള് പൊക്കിയില്ലാന്നിരിക്കട്ടെ, അയാളെ നിസ്കാരം ശരിയായിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം നിസ്കാരത്തിന്റെ നിർബന്ധ ഘടകങ്ങളിൽ പെട്ടതല്ല ഈ കൈ പൊക്കല്. അത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലല് മാത്രമാണ് നിസ്കാരത്തിന്റെ നിർബന്ധ ഘടകത്തിൽപ്പെട്ടത്. അപ്പൊ കൈ പൊക്കല് പിന്നെന്താ? അത് സുന്നത്തേ ഉള്ളൂ. അത് ചെയ്തിട്ടില്ലെങ്കിലും നിസ്കാരം ശരിയാകാതിരിക്കില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ഏതായാലും നിസ്കരിക്കുമ്പം നമുക്ക് ചെല്ലുന്നതിന്റെ കൂട്ടത്തിൽ കൈ പൊക്കണേന് വിരോധമൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ആ കൈ പൊക്കുന്ന സമയത്ത് അതിന്റെ ശരിയായ രീതിയിൽ തന്നെ അത് പൊക്കുകയും താഴ്ത്തുകയും അവസാനിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന്റെ ശരിയായ പ്രതിഫലം നമുക്ക് കിട്ടുന്നതിന് അത് കാരണമായിരിക്കും. ഏതായാലും നിസ്കരിക്കാൻ മെനക്കെടുന്ന നമ്മള് എന്തിനാണ് ആ പ്രതിഫലം വെറുതെ കളയുന്നത്? ഇപ്പൊ ചില ആൾക്കാർക്ക് നിസ്കരിക്കണ നേരത്തൊക്കെ പ്രതിഫലം കളയുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയും കാണല്ലോ. ഇതൊക്കെ ശൈത്താന്റെ പണിയാണല്ലോ, അല്ലേ? ഇതൊക്കെ ശൈത്താന്റെ പണിയാണ്. കാരണം നമ്മളൊരു ദുനിയാവില് ജോലി എടുക്കണ നേരത്തെ ഒരു ഭാരമില്ല, ഒരു പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു സംഗതി കൂട്ടത്തിൽ ശ്രദ്ധിച്ചാൽ ശമ്പളം കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ശ്രദ്ധയിക്കൂലേ? അങ്ങനല്ലേ? നമുക്കൊരു ഭാരം ഇല്ലാത്തൊരു കാര്യം, ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്കൊരു ഭാരം ഇല്ലാത്ത കാര്യം അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ചെയ്താല് 10 റുപ്യ കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞാല് നമ്മളെ ശ്രദ്ധ എത്ര ഉണ്ടാവും അതിന്? ആ 10 റുപ്യ നഷ്ടപ്പെടാതിരിക്കാന്. അതുപോലെ നിങ്ങൾ നോക്ക്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അള്ളാഹു തആല നമുക്ക് പ്രതിഫലം തരികയാണ് ഈ സുന്നത്ത് ചെയ്താൽ. നമുക്കെന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു കൊടുത്താൽ മതി. അത് കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു കൊടുത്താൽ മതി. പക്ഷെ അവിടെ നമ്മൾ പഴപ്പിക്കും. നിങ്ങൾ കണ്ടില്ലേ, നിസ്കരിക്കുമ്പോ ചില ആൾക്കാർ കൈ കെട്ടലെങ്ങനെ? നിസ്കരിക്കുമ്പോ ഞാൻ ഇടക്കിടെ കാണാറുണ്ട്, ചിലപ്പോ കാണാം മുട്ടും കയ്യും അങ്ങനെ പിടിച്ചു. എന്താ അപ്പൊ അതിലൊരു സുഖമുള്ളത്? മനസ്സിലാണില്ല. കൈ പിടിക്കേണ്ടത് വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ മണിബന്ധം പിടിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? അപ്പൊ കാലിന്റെ ഞെരിയാണിന്റെ സ്ഥാനത്ത് കയ്യിനുള്ള സാധനമാണല്ലോ ഈ കൂഴൽ എന്ന് പറഞ്ഞത്. ആ ഗണിപ്പ് നമ്മളെ മുൻകൈയും അതുപോലെ തന്നെ തണ്ടം കൈയും വേർപിരിയുന്ന ആ ഗണിപ്പ്, ആ സന്ധി അവിടെ പിടിക്കണം എന്നാണ് ഈ പറഞ്ഞത്. അവിടെ പിടിക്കാൻ എന്താ പണി? ഒരു പണിയില്ല. എന്നാലും ചില ആൾക്കാർ എവിടെ പിടിക്കുക? കൈ ഇങ്ങനെ കൊണ്ടുപോയിട്ട് മുട്ടുന്ന പിടിക്കും. അതൊരു രസമാണ്, അല്ലേ?
അതേ സ്ഥാനത്ത് ഇവിടെ ഇവിടെ പിടിച്ചിക്കാണ്ട് ഒരു സെക്യൂരിറ്റിനോട് പറയാണ്, ഏത് സെക്യൂരിറ്റിനോട് പറയാ, നമ്മളെ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഇന്ന സമയത്ത് എത്തണം, ഇന്ന സമയം വരെ അവിടെ നിൽക്കണം, നിൽക്കണ സമയത്ത് കൈ കെട്ടിയാണ് നിൽക്കേണ്ടത്, നിങ്ങളെ കൈ കെട്ടേണ്ടത് ഈ വലത്തേ കൈ ഇടത്തേ കയ്യുമ്മേ ഈ കൂഴമ്മ പിടിച്ചിട്ട് നിങ്ങൾ ശരിക്കും നെഞ്ചിന്റെയും പൊക്കിന്റെ ഇടയിൽ കൈ വെച്ച് നിൽക്കണം. ആ കൈ അവിടുന്ന് മാറ്റിയിട്ട് നിങ്ങൾ മുട്ടും കയ്യമ്മ പിടിച്ചിക്കുകയാണെങ്കിൽ നിങ്ങളെ നമുക്ക് പറ്റൂല, ശമ്പളം കുറക്കും എന്ന് പറഞ്ഞാൽ ഇയാളെ കൈ എപ്പോഴേം മാറുമോ? സെക്യൂരിറ്റി അതാ കൃത്യ നേരത്തെ എത്തി വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈ പിടിച്ച് അത് നെഞ്ചിന്റെയും പൊക്കിന്റെ ഇടയിൽ തന്നെ വെച്ച് വളരെ കറക്റ്റായിട്ട് അയാൾ നിങ്ങൾ നിൽക്കുന്നതിന്റെ ശമ്പളം കുറയാൻ പാടില്ല, അല്ലേ? ശമ്പളം കുറയാൻ പാടില്ല. അതേപോലെ തന്നെ അല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന പ്രതിഫലം? അതേപോലെ അല്ലല്ലോ, ഞാൻ ഉദാഹരിച്ച് പറയാണ്. അതുപോലെ അല്ലല്ലോ, അതിനേക്കാൾ എത്രയോ മികച്ചതാണല്ലോ അള്ളാഹു തആല തരുന്ന പ്രതിഫലം. അപ്പൊ അള്ളാഹു തആല നമ്മോട് ഇന്ന സ്ഥലത്ത് പിടിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പിടിച്ചാൽ മതി. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമ്മളെ വക ഒരു മാറ്റലും ചേഞ്ചിങ് ഒന്നും ആവശ്യമില്ല. ഇന്ന സ്ഥലത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വെച്ചാൽ മതി. അവിടുന്ന് താഴ്ത്തും വേണ്ട പൊന്തിക്കും വേണ്ട, അല്ലെ? ചില ആൾക്കാർ ആത്മാർത്ഥാണ്ട് കൂടിയിട്ട് കയ്യാണ്ട് കേറി നെഞ്ചിന്റെ മേലേക്ക് കൗത്തുക്കൊക്കെ കൊണ്ട് എത്തലാണ്. വേറെ ചില ആൾക്കാർക്ക് ക്ഷീണം കൊണ്ട് കയ്യൊക്കെ ഒന്നും താങ്ങിക്കാൻ പറ്റാത്ത കൊണ്ടാണ്ട് കയ്യുണ്ട് താങ്ങിയിട്ട് പിന്നെ എവിടെ പള്ളന്റെ താഴെക്കൊണ്ട് പോകണം കാണാം. ഏതായാലും ശരി, ആ രണ്ട് രീതിയിൽ നമ്മുടെ പ്രതിഫലം കുറക്കും. ഞാൻ 2 സാമ്പിളാണ് ഇപ്പൊ ഇന്ന് പറഞ്ഞത്. എന്റെ സമയം അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് 6 മണിക്ക് സയ്യിദ് ഉസ്താദിന്റെ ക്ലാസ് തുടങ്ങാനുണ്ട്. അതിന്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് അല്പസമയം ചോദ്യകർത്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ റൈസാൻഡ് ചെയ്ത് വന്നോളൂ. ഇല്ലെങ്കിൽ ഞാൻ ഈ 10 മിനിറ്റ് കൂടി ക്ലാസ് എടുത്തിട്ട് കൃത്യം 6 മണിക്ക് അവസാനിപ്പിക്കും. കാരണം 6 മണിക്ക് സയ്യിദ് ഉസ്താദ് വരുന്ന സമയമാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് വരുമ്പോ ഉസ്താദിന്റെ തഫ്സീർ ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്ക്, ചോദ്യം അറിയണ്ടോ? ചോദ്യം ഉണ്ടെങ്കിൽ റൈസാൻഡ് ചെയ്ത് വന്നോളൂ കേട്ടോ. അപ്പം നിസ്കാരത്തില് കേവലം തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ തുടങ്ങിയാല്, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവിടുന്ന് അങ്ങ് തുടങ്ങി നിസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള ഓരോ ഘടകങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ എത്ര അബദ്ധങ്ങൾ നമുക്കതിന്റെ ഇടയിൽ വരുന്നുണ്ട്. ഈ അബദ്ധങ്ങൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2ആയി തിരിക്കാം. അതിലോ ചിലത് നിസ്കാരത്തിന്റെ സാധുതയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും. അഥവാ ആ അബദ്ധം നമ്മൾ ചെയ്തത് കൊണ്ട് നിസ്കരിച്ച നിസ്കാരം മുഴുവനും ഇല്ലാതെയായേക്കും. എന്നാൽ മറ്റു ചിലത് നിസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കില്ലെങ്കിലും അത് നിസ്കാരത്തിന് അല്ലാഹു തആല തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ പ്രതിഫലത്തിന് വലിയ ഇടിവ് വരാൻ സാധ്യതയുള്ളതാണ്. ഈ 2 തരത്തിലുള്ളതും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വലിയ പ്രതിഫലം വാങ്ങാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഞാനൊരു പ്രത്യേക വിഷയം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കിതാബ് എടുത്തുകൊണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് എനിക്ക് നല്ലത്. പക്ഷെ ഇപ്പൊ അടുത്ത ആഴ്ചയിൽ തന്നെ ഒരു ഉംറ യാത്ര ഉള്ളത് കൊണ്ട് അത് കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ അങ്ങനെ ഒരു കിതാബിലേക്ക് കടക്കൂ. അതുവരെ ഏതാനും ചില മസലകൾ നമുക്ക് ഓരോ ദിവസം അങ്ങനെ ചർച്ച ചെയ്യാം. ഇനിയിപ്പോ ഞാൻ പ്രധാനപ്പെട്ട വേറെ ചില മസലകളൊക്കെ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ നമ്മൾ ആ തക്ബീറത്തുൽ ഇഹ്റാം മാത്രം ഇങ്ങനെ നിൽക്കേണ്ടി വന്നു. അതിനുള്ള സമയം നമുക്ക് ഉണ്ടായുള്ളൂ. ഒരുപാട് ഇന്നത്തെ കാലത്ത് മാത്രം നമ്മൾ കാണുന്ന കുറെ പ്രശ്നമുണ്ട്. പള്ളിക്ക് കയറിയാൽ തന്നെ കാണുന്ന കസേരക്കളി, അല്ലെ? പണ്ടിന്റെ കസേരക്കളിയൊക്കെ സ്റ്റേജും വരെ ഇപ്പൊ പള്ളിക്കല. പണ്ട് കാലത്തൊക്കെ ഇരുന്ന് ഒതുണ്ടാക്കിയിട്ട് നിന്ന് നിസ്കരിക്കല്, ഇന്നിപ്പോ നിന്ന് ഒതുണ്ടാക്കിയിട്ട് ഇരുന്ന് നിസ്കരിക്കണ കാല. ഖിയാമത്ത് അലാമത്താണ് ഇപ്പൊ ഇതൊക്കെ. മനസ്സിലായില്ലേ? നിന്നിട്ടാ ഒതുണ്ടാക്കുക. പക്ഷേ നിസ്കരിക്കലോ പലരും ഇരുന്നിട്ടാ. പണ്ടത്തെ പള്ളിക്ക് ചെന്ന് നോക്കിയാല് ഇരിക്കാനുള്ള ഹൗദ ഉണ്ടാകുക, ഇരുന്നിട്ടാ ഒതുണ്ടാക്കുക. ഒതുണ്ടാക്കുമ്പോഴുള്ള അതബ് നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇരിക്കലാണ്. അപ്പൊ അവിടെ ഇരുന്നിട്ടായിരുന്നു പണ്ട് കാലത്തൊക്കെ ഒതുണ്ടാക്കിയിരുന്നത്. ഇന്നിപ്പോ നമ്മൾ അതിന്റെ രീതിയും കാര്യമൊക്കെ നോക്കിയിട്ട് എന്താക്കി നിന്നിട്ട് ഒതുണ്ടാക്കലാക്കി, നമ്മളെ സൗകര്യം നോക്കിയിട്ട്. എന്നാലോ നിസ്കരിക്കൽ ഇരുന്നിട്ടും. എന്നിട്ട് അവിടെ തന്നെ പള്ളിക്കൽ കയറി എന്ന നിസ്കാരം തുടങ്ങുന്ന നേരത്തെ കസേര അങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് അത് എവിടെ വെക്കണം, ആര്
പിന്നെ എങ്ങനെ സെഫ് ശരിയാക്കണം, സെഫിന്റെ നേരെ കസേര ഇടണോ, കസേര ബാക്കിലിടണോ, മുമ്പിൽ നിൽക്കണോ, എന്തൊക്കെ പ്രശ്നങ്ങളാ അല്ലേ? അതൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചത്. അപ്പോ ഫിർദൌസ് എന്ന ഐഡിയിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ വേണ്ടി അദ്ദേഹം പൈസാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് ആകെ 6-7 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ചോദ്യകർത്താക്കൾക്ക് കൊടുക്കുകയാണ് ഈ സമയം. ഇൻഷാ അല്ലാഹ് 6 മണിക്ക് ബഹുമാനപ്പെട്ട സയ്യിദി ഉസ്താദിന്റെ ക്ലാസ് തുടങ്ങും. ഉസ്താദ് എത്തിയിട്ടുണ്ട്. അതുവരെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യവും മറുപടിയായിട്ട് മുന്നോട്ട് പോകാം. നമ്മള് മൈക്കിൽ ചോദ്യകർത്താക്കളെ മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം മൈക്ക് പോകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, എന്റെ സംശയം തക്ബീറത്തുൽ ഇഹ്റാമുമായി ബന്ധപ്പെട്ടല്ല. തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി ഫാത്തിഹ ഓതി സൂറത്ത് ഓതിയിട്ട് ചിലപ്പോൾ നമ്മള് ചില സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ ഒരു പ്രത്യേകമാകപ്പെട്ട സൂറത്തുകൾ ഓതൽ സുന്നത്തുണ്ടല്ലോ. അതായത് ദുഹാ നമസ്കാരത്തില് അശംസയും അതുപോലെ വല്ലുഹായി ഓതേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോ മറന്നിട്ട് കുൽഹുവല്ലാ ഓതി തീർന്നിട്ട് ആ സൂറത്ത് ഓതിയിട്ട് ചിലപ്പോൾ കൈ അയച്ചു പോകും. തക്ബീർ എഴുതിയിട്ടുണ്ടാവത്തില്ല. അതായത് ഖിയാമിൽ റുക്കൂയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കൈ കെട്ടിയിരിക്കുന്നത് അയച്ചിട്ടുണ്ടാവും ചിലപ്പോ സൂറത്ത് ഇഖ്ലാസ് ഓതിയ ഉടനെ. പിന്നെ എനിക്ക് ഓർക്കുന്നത് ഇന്ന സൂറത്ത് ഓതണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈ വീണ്ടും മടക്കി കെട്ടിയിട്ടാണോ ഓതേണ്ടത്, ഇങ്ങനെ കൈ അയച്ച നിലയിൽ തന്നെ ഓതിയാൽ മതി, ആ സൂറത്ത് മടക്കി ഓതിയാൽ മതിയോ എന്നാണ് എന്റെ സംശയം. അസ്സലാമു അലൈക്കും. അത് ശരി. പിന്നെ ഒരു സൂറത്ത് ഇന്ന സൂറത്ത് ഓതലാണ് നല്ലത് എന്ന് നിർദ്ദേശമുള്ള ഒരു നിസ്കാരത്തിൽ നമുക്ക് ആ സൂറത്ത് തന്നെ ഓതാൻ ശ്രമിക്കാം. അഥവാ നമ്മൾ മറന്ന് മറ്റൊരു സൂറത്ത് ഓതി റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ സൂറത്ത് അല്ലായിരുന്നു ഓതേണ്ടിയിരുന്നത്, ഇന്ന സൂറത്തായിരുന്നല്ലോ എന്ന് നമുക്ക് ഓർമ്മ വന്നാൽ നമുക്ക് ആ സുന്നത്തുള്ള സൂറത്ത് തന്നെ അവിടെ ഓതാവുന്നതാണ്. അതിന് കൈ അയക്കണ്ടല്ലോ, കൈ അയക്കണ്ട. അഥവാ അഴിച്ചു പോയാൽ നമുക്ക് കൈ അവിടെ തന്നെ കെട്ടാം, അതിനും കുഴപ്പമില്ല. നമ്മൾ റുക്കൂക്ക് പോകണം എന്ന് വെച്ചിട്ട് കൈ അഴിച്ചു പോയി നിൽക്കട്ടെ. അവിടെയുണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ. ചിലപ്പോ ചില ആൾക്കാരുണ്ട് റുക്കൂക്ക് പോകണല്ലോ എന്ന് വെച്ചിട്ട് കൈ നേരത്തെ തന്നെ അയച്ചെക്കുന്ന ആൾക്കാർ. ഇങ്ങനത്തെ ആൾക്കാർ ഇനി മൂത്രം അയക്കണല്ലോ എന്ന് വെച്ചിട്ടാണ് നേരത്തെ തന്നെ തുണി അയക്കഴിഞ്ഞാൽ മതി എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടാവും ചിലപ്പോഴേ. ഏത് കുറച്ചു കഴിഞ്ഞാൽ റുക്കൂക്ക് പോകണല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്താക്കും, സൂറത്ത് കഴിയണതിന്റെ മുമ്പ് തന്നെ കൈ അയച്ചെക്കണ ചില ആൾക്കാരുണ്ട്. കൈ അയക്കലപ്പോഴാ റുക്കൂക്ക് പോകുമ്പോഴാണ് കൈ പൊക്കല് സുന്നത്ത്. അപ്പോഴേ കൈ അയക്കണ്ടുള്ളൂ, അതിന്റെ മുന്നേ അയക്കേ വേണ്ട. നമ്മുടെ ചോദ്യകർത്താവ് ചോദിച്ചത് റുക്കൂയിലേക്ക് പോകാൻ ഇങ്ങനെ ഒരുങ്ങി കൈ അയച്ചു എന്നായിരിക്കും. പക്ഷെ റുക്കൂക്ക് പോയില്ല. റുക്കൂയിലേക്ക് പോകാൻ വേണ്ടി കുനിഞ്ഞ് അക്കല്ലു റുക്കൂഴിന്റെ പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരാൻ പാടില്ല. അത് വേറെ കാര്യം. അതേ സ്ഥാനത്ത് കുനിഞ്ഞിട്ടേ ഇല്ല, കൈ അയച്ച് പോകാൻ ഒരുങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ പിന്നെ അയാൾക്ക് ആ സൂറത്ത് തന്നെ അവിടെ നിഷ്കർഷിക്കപ്പെട്ട സൂറത്ത് ഓതാം. ആ സൂറത്ത് ഓതുമ്പോൾ അദ്ദേഹത്തിന് കൈ കെട്ടി തന്നെ ഓതാം. ആ അയച്ച കൈ രണ്ടാമത് കെട്ടാലോ. തുടർച്ചയായി മൂന്നനക്കമില്ലാത്ത രീതിയിലാണെങ്കിൽ ആ അയച്ച കൈ എന്താക്കാം, രണ്ടാമത് കെട്ടാം. അതിന് കുഴപ്പമില്ലാതെ കെട്ടിയിട്ട് തന്നെ ഓതലാണ് നല്ലത്. ഓക്കെ. ഈ ഇമാമ് തക്ബീർ വെച്ചിട്ടുണ്ടല്ലോ ഉച്ചത്തില്, അപ്പൊ ഇമാമ് കരുതണം മനസ്സിൽ ഈ വിക്റാന്നുള്ള ഒരു കരുത്ത് വേണം ഇമാമി തക്ബീർ
അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് എനിക്ക് കേൾക്കാനുള്ളത് നമ്മള് പിന്നെ റുക്കു കഴിഞ്ഞിട്ട് ഈത്തിദാലിലേക്ക് വന്നതിന് ശേഷം പിന്നെ ചില ആളുകൾ രണ്ടാമതൊരു കൈകെട്ടുണ്ട്. ഒരു ഫുള്ള് കെട്ടലല്ല, ഒരു വയറിന് മുകളിൽ ചെറുതായിട്ടൊരു കെട്ടില് കെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൈ തൂക്കില്ലല്ലോ സാധാരണ പതിവ്. ഇവിടെ സൗദിയിലൊക്കെ കാണാറുണ്ട്. അപ്പൊ എന്താ ഇതിന്റെ ഇതൊന്ന് പറഞ്ഞു തരണം. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. തങ്ങളെ എനിക്ക് മൈക്ക് കിട്ടാത്തോണ്ടല്ല, ഞാൻ ചോദ്യം കേൾക്കാതെ പിന്നെ മൈക്ക് എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഈ സെമി 237 എന്ന ഐഡിയിൽ നിന്ന് അദ്ദേഹം ചോദിച്ചത് ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇവിടെ കേട്ടില്ല എന്ന് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നുകൊണ്ട് സൗണ്ട് കൂട്ടിയിട്ട് ചോദിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇതിനിടക്ക് ഷാഹിദ് ആബിദ് മറ്റൊരു ചോദ്യം ചോദിച്ചത്, നിസ്കാരത്തില് റുക്കൂഅ് കഴിഞ്ഞ് എഴുത്തിദാലിലേക്ക് വന്നാൽ ചില ആളുകള് വീണ്ടും ഒരു കെട്ടല് കെട്ടാറുണ്ട്. അങ്ങനെ കാണാം. റുക്കൂഅ് പോയി എഴുത്തിദാലിലേക്ക് കൊണ്ട് വന്നാല് അവിടെ കാണാൻ ഒരു ചെറിയ കെട്ടല് ചില ആൾക്കാർക്ക്. അങ്ങനെ കെട്ടേണ്ടതുണ്ടോ എന്നാണ്. അങ്ങനെ കെട്ടേണ്ടതില്ല. മനസ്സിലായില്ലേ? എഴുത്തിദാലിലേക്ക് വന്നാൽ കൈ താഴ്ത്തിയിട്ടാ മതി. ഇനിയിപ്പോ ഇതിന് തെളിവൊന്നും പറയേണ്ടതില്ല. ഒരു സാധാരണ തെളിവ് ഞാൻ പറഞ്ഞുതരാം. നമ്മള് ചെറുപ്പത്തിലേ പഠിച്ചതാണ് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അല്ലെ? നമ്മള് നിസ്കാരം പഠിച്ച് സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം മാതാപിതാക്കളിൽ നിന്ന്, സ്വന്തം ഉസ്താദുമാരിൽ നിന്ന് അങ്ങനെ വളരെ ചെറുപ്പത്തിൽ പഠിച്ചതാണല്ലോ. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ പഠിച്ച ആ നിസ്കാരം നമ്മള് തുടങ്ങിയ കാലത്ത് ഇങ്ങനെ ഒരു കെട്ടല് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ കെട്ടല് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോ പിന്നത് എവിടേക്കോ ചെന്ന് ആരൊക്കെയോ കെട്ടണത് കണ്ടാൽ നമ്മൾ എന്തിനാ അത് അനുകരിക്കാൻ നിൽക്കണത്? നമുക്ക് നമ്മൾ പഠിച്ച നിസ്കാരം പല വിഷയങ്ങളിലും പല നാട്ടിലും ചെല്ലുമ്പോൾ പല രീതിയിലുള്ള നിസ്കാരങ്ങളും പല രീതിയിലുള്ള കാട്ടിക്കൂട്ടലുകളും കാണും. അതിൽ ചിലത് മദ്ഹബ് സംബന്ധമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതിനാലായിരിക്കും, മറ്റു ചിലത് വിവരക്കേട് കൊണ്ടുമായിരിക്കും. അതുകൊണ്ട് കാണുമ്പോഴേക്ക് അത് ആ മദ്ഹബിൽ അങ്ങനെ നമ്മൾ വിചാരിക്കാനും പോണ്ട, വിചാരിക്കാതിരിക്കാനും പോണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് മദ്ഹബിലോ എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ പഠിച്ച രീതിയിലാണ് നിസ്കരിച്ചാൽ മതി. അപ്പൊ നിസ്കാരത്തില് എഴുത്തിദാലിൽ കൈ കെട്ടേണ്ടതില്ല, കൈ താഴ്ത്തിയിട്ടാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ വിവക്ഷ. ഇനി ആരാ ചോദിക്കാനുള്ളത്? നമ്മളെ 237 മൈക്ക് ശരിയായിക്കണോ? അതിന്റെ ഇടക്ക് ഒരു സഹോദരൻ ഓഫീസിലായതുകൊണ്ട് മൈക്ക് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒരു PM ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്റെ ജവാബ് പറയാം. അതിന് മറ്റൊരു സഹോദരൻ മകളുടെ പ്രസവമുണ്ട് അടുത്ത മാസം, പിന്നെ സുഖപ്രസവത്തിന് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് ഖൈറായ, റാഹത്തായ, പ്രയാസങ്ങളില്ലാത്ത നല്ല രീതിയിലുള്ള പ്രസവവും നല്ല സന്തോഷം നൽകുന്ന കുഞ്ഞിനെയും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു അവരെയും നമ്മളെ എല്ലാവരെയും എല്ലാ സഹോദരിമാരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പിന്നെ നമ്മുടെ മറ്റ് ഒരു സഹോദരൻ ചോദിച്ചൊരു ചോദ്യം എന്താന്ന് വെച്ചാല്, പിന്നെ ഓപ്പറേഷൻ ചെയ്ത് പ്രസവിച്ച സ്ത്രീക്ക് നിന്ന് നിസ്കാരം ബുദ്ധിമുട്ടുണ്ട്, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഇപ്പൊ ഡ്യൂട്ടിയിലായതുകൊണ്ട് മൈക്കെടുക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിന്ന് നിസ്കരിക്കാൻ സാധിക്കാത്തവർക്ക് ഇരുന്ന് നിസ്കരിക്കാം, ഇരുന്ന് നിസ്കരിക്കാൻ സാധിക്കാത്തവർക്ക് കടന്ന് നിസ്കരിക്കാം. പക്ഷെ സാധിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു മാനദണ്ഡം. അതെന്താ? സാധാരണഗതിയിൽ സഹിക്കാൻ കഴിയാത്ത അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഇരിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോ ഞമ്മക്ക് ചിലപ്പോ ചെറിയ ഒരു ക്ഷീണം തോന്നുമ്പോ ചിലപ്പോ വിചാരിക്കലുണ്ട് സുഖം ഇരിക്കലാണ്, അയ്യച്ചിട്ട് ഇരിക്കാൻ പറ്റൂല എന്നാണ് ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ സഹോദരിമാർക്ക് നിന്ന് നിസ്കരിക്കുമ്പോ ആ സാധാരണഗതിയിൽ സഹിക്കാൻ പറ്റാത്ത പ്രയാസങ്ങളോ അല്ലെങ്കിൽ തലകറക്കമോ മറ്റു വല്ല അസുഖങ്ങളും കാരണം അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ട് നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് തല കറങ്ങി വീഴുമോ എന്ന പേടിയോ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്, അതിന് വിരോധമല്ല. അതേ സമയത്ത് ഒരാൾക്ക് നേരെ നിന്ന് നിസ്കരിക്കാൻ സാധിക്കൂല,
ചുമരിന്റെ അടുത്ത് നിന്നാൽ ആ ചുമരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അയാൾക്ക് നിൽക്കാം. എന്നാൽ അയാൾ ചുമരിന്റെ അടുത്ത് പോയിട്ട് നീട്ടി നിസ്കരിക്കണം. അങ്ങനെയാണ് ഫിഖ്ഹിന്റെ വിധി. നമ്മളിപ്പോ ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങോട്ട് നടന്ന് വരിക, എന്നിട്ട് ഇരുന്ന് നിസ്കരിക്കുക. എന്താണെന്നറിയോ? വിരല് നടന്നിട്ടാ അല്ലെ? നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നൃത്തവും കുറച്ച് കൂടുതലും. അതിനല്ലേ നടത്താന്നറിയാ? നടക്കണമെങ്കിൽ ആദ്യം നിൽക്കണം. നിൽക്കണതിന്റെ ഒപ്പം കുറച്ചുകൂടി വേണം, അപ്പോഴേ നടത്താന്നറിയുള്ളൂ. ആ നടക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ഇരിക്കുകയാണ്. എന്നാൽ ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇരിക്കേണ്ടിരുന്ന് വെച്ചിട്ട് ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതും പറ്റൂല കേട്ടോ. അജിസ് എപ്പോഴാണോ വരുന്നത്, അഥവാ അവൻ നിൽക്കാൻ കഴിവില്ലാത്തവനാകുന്നത് എപ്പോഴാണോ, അപ്പോൾ മാത്രമേ അയാൾക്ക് ഇരിക്കാനുള്ള അനുമതിയുള്ളൂ. അതിന്റെ മുമ്പ് ഇരുന്ന് നിസ്കരിച്ചൂടാ. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ സഹോദരിമാർക്ക് ആ രീതിയിൽ നിന്ന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്. അതിന് വിരോധമല്ല. ഞാൻ കുറച്ച് കൃത്യം 6 മണിക്ക് നിർത്തും എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ കുറച്ച് നീട്ടിയത് ബഹുമാനപ്പെട്ട കെ സൈദി ഉസ്താദിന്റെ ഒരു PM വന്നോണ്ടാട്ടോ. ഇപ്പൊ ഞാൻ നീട്ടിക്കൊണ്ടുപോയിട്ട് സൈദി ഉസ്താദിന്റെ ക്ലാസ് മുടങ്ങിയെന്നായിരിക്കും തോന്നരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഉസ്താദിന് പനിയും ചുമയാണ് എന്ന് ഉസ്താദ് PM-ലൂടെ അറിയിച്ചു. അതുകൊണ്ട് കുറച്ച് നീട്ടിക്കൊണ്ടുപോയാൽ ബാക്കി സമയം ഉസ്താദ് പറഞ്ഞാൽ മതിയല്ലോ. അതാണ് ഇപ്പൊ ഇതിന്റെ അർത്ഥമല്ല. അപ്പൊ തീരെ പറയില്ല എന്നല്ല. ഇപ്പൊ തന്നെ ഉസ്താദ് തുടങ്ങിയാല് 7 മണി വരെ പറയണ്ടേ. അപ്പൊ ഞാൻ കുറച്ചുകൂടിയാണ് നീട്ടിക്കൊണ്ടുപോയാൽ ബാക്കി പറഞ്ഞാൽ മതിയല്ലോ എന്ന് ഉസ്താദ് ഒരു അഭിപ്രായം എനിക്ക് PM ചെയ്ത് അറിയിച്ചപ്പോ എനിക്ക് അൽഹംദുലില്ലാഹ് ഉസ്താദിന് പനിയും ചുമയാണെങ്കിൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യൽ അനിവാര്യമാണല്ലോ എന്ന് തോന്നിയത് കൊണ്ട് മാത്രം കുറച്ച് നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഇൻഷാ അല്ലാഹ് തെക്കുമൽ ഉസ്താദ് റൈസാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മൈക്കൂടാം. അസ്സലാമു അലൈക്കും ഉസ്താദെ, ഒരു സുഹൃത്തിന്റെ ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ വീണ് അത് വണ്ടി വന്ന് ഇടിച്ചതാണ്. കാല് അരക്കുന്ന താഴ്ഭാഗം വരെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അത് 3 ആഴ്ചത്തെ ഡോക്ടർ ഇടാൻ വേണ്ടി പറഞ്ഞാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് തോന്നുന്നു. അപ്പൊ ആ ചെറുപ്പക്കാരന്റെ സംശയം, പിന്നെ അതിന്റെ ഇടയിൽ മെൻസസ് പീരീഡ് വന്നിട്ടുണ്ട്. അത് 7 ദിവസം കഴിഞ്ഞപ്പോൾ തീരും ചെയ്തു. അപ്പൊ ഇവള് എങ്ങനെയാണ് തയമം ചെയ്യേണ്ടത്? പിന്നെ നിസ്കരിക്കാനും തയമം ചെയ്യണം. പിന്നെ ഈ വലിയ ശുദ്ധി ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഭക്തനും ഉളു കൊടുക്കണല്ലോ, അതിന് തയമം ചെയ്യണല്ലോ. അപ്പൊ ഈ കാലിന് ഞെരിയാണി ഉൾപ്പെടെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഉളുവിന്റെ അവയവത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വലിയ അശുദ്ധികൾ എങ്ങനെ ഉയർത്തും? അതിനെ ഉയർത്തി കഴിഞ്ഞാൽ അത് മടക്കേണ്ടതുണ്ടോ? ചെറിയ അശുദ്ധിക്കും വേണ്ടി എങ്ങനെ ചെയ്യണം? അതും പിന്നെ നിസ്കാരം വീണ്ടും മടക്കേണ്ടതുണ്ട് എന്നൊരു സംശയം ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് കമ്പ്യൂട്ടർ ഏതായാലും ഇല്ല, മൊബൈൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാലും. മൈക്ക് വിട്ടു. ഓക്കെ. അള്ളാഹു തആല എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തട്ടെ. ആ പരിക്ക് പറ്റിയ സഹോദരിക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫാവ് നൽകാൻ കഴിയട്ടെ. ഞാൻ പറയാം. പരിക്ക് പറ്റിയതിനെ തുടർന്ന് കാലിൽ ആകമാനം പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. നെരിയാണിയുടെ താഴ്ഭാഗം ഉൾപ്പെടെയുള്ള അരയുടെ കീഴ്പെട്ടക്ക് മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് പറഞ്ഞത്. അവർക്ക് ഇപ്പൊ കുളി നിർബന്ധമായ സമയമാണ്. കാരണം ഹൈല് നിലച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമാണല്ലോ. അപ്പൊ നിർബന്ധമായ കുളി ചെയ്യുന്നതിന് അവർക്ക് തടസ്സമുണ്ട്. അപ്പൊ ശരീരത്തിൽ നിന്ന് തടസ്സമില്ലാത്ത ഭാഗം കഴുകണം. തടസ്സമില്ലാത്ത ഭാഗം കഴുകുക. ആ ഭാഗം കഴുകിയതിന് ശേഷം പ്ലാസ്റ്ററിട്ട ഭാഗം ഇപ്പൊ നനക്കാൻ പറ്റൂലല്ലോ, അവിടെ നനയൂല്ലല്ലോ. ആ ഭാഗത്തിന് പകരമായി തയമ്മം ചെയ്യുക. അങ്ങനെയാണ് അവർക്ക് ശുദ്ധിയാകാൻ പറ്റുക. പിന്നീട് അവർക്ക് ഓരോ നിസ്കാരത്തിനും തയമ്മം ചെയ്യേണ്ടി വരും. ആ തയമ്മം എങ്ങനെയാണ്? അത് വുളൂവിന് കൂടി പകരമുള്ള തയമ്മമാണല്ലോ. അതുകൊണ്ട് വുളൂ ചെയ്യണം. വുളൂവിന്റെ അവയവങ്ങളിൽ അവർക്ക് ഇപ്പൊ കഴുകാൻ സാധിക്കുന്ന കയ്യും മുഖവും ഒക്കെ കഴുകണം. തല തടവണം. കാല് മാത്രമല്ലേ കഴുകാൻ പറ്റാത്തുള്ളൂ. കാല് മുഴുവനും പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഒരു അല്പം പുറത്തില്ലെങ്കിൽ തീരെ കഴുകണ്ട. അല്പഭാഗം ഞെരിയാണിയുടെ താഴെ എവിടെയെങ്കിലും പുറത്തുണ്ടെങ്കിൽ അവിടെ കഴുകണം. അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ തയമ്മം ചെയ്താൽ മതി. തയമ്മം ചെയ്യേണ്ടത് കയ്യിലും മുഖത്തുമാണ്. അങ്ങനെയാണ് ഇതിന്റെ രീതി. പിന്നെ ഇപ്പൊ അത് മടക്കണോ മടക്കണ്ടേ എന്നുള്ളത് വിശദമായി പറയേണ്ട ഒരു മസലയാണ്. ആ ചോദ്യത്തിന് സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ മറുപടി പറയാറുമില്ല. എന്റെ കാരണം എന്താ വെച്ചാല് അത് ചിലപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടാകുക ചെയ്യാം. ഞാനിപ്പോ മടക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇന്ത്യക്ക് ഏതായാലും മടക്കണല്ലോ, എന്നാ പിന്നെ അപ്പം നോക്കാം, ഇപ്പൊ അങ്ങനെ ഇടങ്ങാറായി നിൽക്കാൻ നിൽക്കണ്ടെന്ന് തോന്നും. മടക്കണ്ടെന്ന് പറഞ്ഞാലോ നിങ്ങൾ എന്നാ പിന്നെ ചിലപ്പോൾ മടക്കൂല്ല.
അപ്പൊ രണ്ട് ബുദ്ധിമുട്ടുണ്ട് അവിടെ. ചിലത് മടക്കേണ്ടി വരും, ചിലത് മടക്കേണ്ടി വരില്ല. പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മടക്കാതിരിക്കണമെങ്കിൽ ശുദ്ധിയോടുകൂടി, അതായത് പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് അയാൾക്ക് വുളു ഉണ്ടാകണം എന്നാണ് നിയമം. അങ്ങനെയാണെങ്കിൽ അയാൾ മടക്കേണ്ടതില്ല, അല്ലെങ്കിൽ മടക്കേണ്ടി വരും എന്നൊക്കെ നിയമമുണ്ട്. പക്ഷേ ഒരു ദീർഘകാലം അയാൾക്ക് അങ്ങനെ നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് മടക്കണോ മടക്കണ്ടേ എന്നൊക്കെ ഉള്ളത് ഏതായാലും ഇപ്പൊ മടക്കൽ നടക്കണമെങ്കിൽ പ്ലാസ്റ്റർ അയക്കണമല്ലോ. അത് അയച്ചതിന്റെ ശേഷം നമുക്ക് അത് ആലോചിക്കുകയും വേണ്ട കാര്യം ചെയ്യുകയും ചെയ്യാം. ഏതായാലും ഇപ്പോ ഈ പറഞ്ഞ രീതിയിൽ എന്താക്കുക, നിസ്കരിക്കുകയാണ് വേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ മൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ആദ്യം ഒരു ദുആ വസിയത്താണ് ഒരു PM കൂടെ അറിയിച്ചതാണ്. നമ്മുടെ ഹുസൈൻ തങ്ങളുടെ ഒരു മകൾ 13 വയസ്സായ കുട്ടിക്ക് കിഡ്നി വലിയ വീക്കാണ്, ഉടനെ മാറ്റി വെക്കണമെന്ന് പറഞ്ഞും ഓപ്പറേഷൻ ഉടനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിഷമത്തിലാണ്. അപ്പോൾ ഈ മജ്ലിസിൽ വെച്ച് ഉസ്താദ് അവർക്ക് ഷിഫയ്ക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. പിന്നെ എൻ്റെ ഒരു സംശയം കൂടെ ചോദിക്കാം. നമ്മുടെ വുളു എടുക്കുമ്പോൾ 3 പ്രാവശ്യത്തിൽ കൂടുതൽ കഴുകാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഒരു വേറെ എന്തെങ്കിലും ചിന്തയിൽ നിൽക്കുന്ന, അപ്പോൾ 2-3 പ്രാവശ്യം കഴുകി അപ്പോഴാണ് വുളുവിൻ്റെ നീയത്തോടു കൂടി കഴുകണം എന്നുള്ള ആ ചിന്ത മനസ്സിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വീണ്ടും മടക്കി കഴുകേണ്ടതുണ്ടോ? അത് ആദ്യം 3 പ്രാവശ്യം കഴുകിയതിൽ അധികരിപ്പിക്കുന്നത് കൊണ്ട് തെറ്റ് ഉള്ളത് കൊണ്ട് കൂട്ടണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. 3 വട്ടം കഴുകുമ്പോൾ വുളുവിന്റെ നിയ്യത്തോടു കൂടി കഴുകുക എന്ന് പറഞ്ഞല്ലോ. അത് വുളുവിന്റെ നിയ്യത്ത് വുളു ചെയ്യുമ്പോൾ മുഖം കഴുകുന്നതിന്റെ തുടക്കത്തിലാണ് നിർബന്ധമായും ഉണ്ടാകേണ്ട നിയ്യത്ത്. അങ്ങനെ വുളു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടാൻ വേറെ ഒരു നിയ്യത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? അതേ സമയത്ത് മുഖം കഴുകുക എന്ന സുന്നത്തിന്റെ മുമ്പുള്ള 2-3 സുന്നത്തുകളുണ്ട്. ഏതാണത്? പിന്നെ 2-3 സുന്നത്തുകൾ കണക്കൂട്ടിയ വേറെയും കുറെ ഉണ്ടാവും. ബിസ്മി എല്ലലും, അതുപോലെ ചില ദിക്ർ എല്ലലും, മുൻകൈ കഴുകലും, വായിൽ വെള്ളം കൊപ്പിളിക്കലും, മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റിലും, മിസ്വാക്ക് ചെയ്യലും, അതൊക്കെ മുഖം കഴുകുന്നതിന് മുമ്പുള്ള സുന്നത്തുകളാണ്. അങ്ങനെയുള്ളൊരു സുന്നത്ത് നമ്മളാണ്ട് പോയിട്ട് മുഖം കഴുകുമ്പോഴുള്ള നെയ്യത്തിക്കണം, അതിന് മുമ്പ് നെയ്യത്തിക്കണില്ലല്ലോ. അത് വെറുതെ ചെയ്ത് കഴിഞ്ഞാൽ ആ സുന്നത്തിനൊന്നും കൂലി കിട്ടൂല. അതിന് അപ്പൊ ഒരു നെയ്യത്ത് വേണം. അതുകൊണ്ട് ആലിമീങ്ങൾ പറഞ്ഞിട്ടുള്ളത്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്, ഏറ്റവും അഭികാമ്യമായ രീതി വുളൂവിന്റെ തുടക്കം അഥവാ മുൻകൈ കഴുകി തുടങ്ങുമ്പോൾ തന്നെ വുളൂവിന്റെ സുന്നത്ത് ചെയ്യുന്നു എന്ന് നിയ്യത്ത് വെക്കുകയും മുഖം കഴുകുന്ന സമയത്ത് വുളൂവിന്റെ ഫർളിനെ കരുതുകയും ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഏറ്റവും നല്ല രീതി അതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ സ്ഥാനത്ത് മുഖം കഴുകി നിയ്യത്തൊക്കെ വെച്ച് മുഖം കഴുകി തുടങ്ങിയാൽ പിന്നെ 3 വട്ടം കഴുകാൻ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, വേറെ നെയ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ ആ നെയ്യത്ത് ഉണ്ടായിട്ട് കഴുകിയാലും ഇല്ലാതെ കഴുകിയാലും അവിടെ കൈ 3 തവണ ആവർത്തിച്ച് കഴുകിയതിന്റെ കൂലി കിട്ടും. അപ്പൊ പിന്നെ എന്ത് വേണ്ട, തീർച്ചയായിട്ടും രണ്ടാമത് ഈ പറഞ്ഞ നെയ്യത്ത് വിട്ടുപോയല്ലോ എന്നതിന്റെ പേരിൽ രണ്ടാമത് എന്താക്കണ്ട. അങ്ങനെ മുഖം കഴുകുമ്പോൾ നെയ്യത്ത് വെച്ചില്ല, അങ്ങനെയാണ് പ്രശ്നം. അപ്പൊ തീർച്ചയായിട്ടും അത് മടക്കണം. മുഖം കഴുകുമ്പോൾ നെയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താക്കണം, മുഖം കഴുകലിനെ മടക്കണം. മടക്കി കഴിഞ്ഞാൽ 1 വട്ടല്ലേ ആകുള്ളൂ. 3 വട്ടം ആകുന്നതിന്റെ കൂലി കിട്ടാൻ വേണ്ടി അതിനെ 2 വട്ടം കൂടി കഴുകിയിട്ട് 3 വട്ടം ആക്കുകയും ചെയ്യണം. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദെ, അതായത് സ്ത്രീകള് അന്യപുരുഷന്മാരോടൊപ്പം പുറത്തു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ എന്നെ പോലെ ഞാനിപ്പോ സൗദി മദീനത്തെ ഹൗസ് ഡ്രൈവറാണ്. അപ്പൊ നമ്മൾ പോലുള്ള ഒരു യാത്രയില് അതിന്റെ വിധി എന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത് വല്ലാത്തൊരു ചോദ്യ. പക്ഷേ രോഗിക്ക് ഷുഗറാ, ഇഷ്ടം നല്ല ലഡുവാ.
എന്ന് വെച്ചിട്ട് ഡോക്ടർക്ക് പറയാൻ പറ്റുമോ രാവിലെ 2 വൈകുന്നേരം 2 നിങ്ങളെ ലൊടുന്നോളിന്ന്? അത് പറയാൻ പറ്റുമല്ലോ. അതേമാതിരിയാണ് ചില വിഷയങ്ങളൊക്കെ. അത് ഉള്ളത് നമുക്ക് ഉള്ളതുപോലെ പറയാൻ പറ്റുള്ളൂ. അന്യ പെണ്ണിന്റെ കൂടെ ഒരു പുരുഷനോ അന്യ പുരുഷന്റെ കൂടെ പെണ്ണോ യാത്ര ചെയ്യാൻ പാടില്ല എന്നത് സർവാംഗീകൃതമായ പൊതു നിയമമാണ്. അപ്പൊ സാധാരണ സാഹചര്യങ്ങളിൽ അത് ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നിയമം. പക്ഷെ എന്തുകൊണ്ടോന്നറിയില്ല, നമ്മുടെ അറബ് രാജ്യങ്ങളിൽ ഇന്ന് വളരെ വ്യാപകമാണ് അന്യ പുരുഷന്മാരെ ഡ്രൈവർമാരായി നിർത്തുകയും സ്ത്രീകളെ അവരുടെ കൂടെ പറഞ്ഞയക്കുകയും ചെയ്യുന്നത്. സത്യത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നത് എന്തുകൊണ്ട് അവിടെ തടയപ്പെടുന്നില്ല എന്ന് നമുക്കറിയുന്നില്ല. കാരണം അന്യ പെണ്ണിന്റെ കൂടെ അന്യ പുരുഷന്റെ കൂടെ ഒരു പെണ്ണ് യാത്ര ചെയ്യാണ്. മനസ്സിലായില്ലേ? ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് അത് അംഗീകരിക്കപ്പെടാൻ പറ്റിയ കാര്യം അല്ല. അവിടെ ചെറിയ യാത്ര ദീർഘമായ യാത്ര എന്ന വ്യത്യാസമൊന്നും ഇല്ലതാനും. ഏത് യാത്രയായാലും അന്യ പുരുഷന്റെ കൂടെ ഒരു പെണ്ണിന് യാത്ര ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓക്കെ, മൈക്ക്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പൊതു എടുക്കുമ്പോഴൊക്കെ 3 പ്രാവശ്യം സുന്നത്താണല്ലോ എല്ലാ കാര്യം. ഇന്ന് വ്യാപകമായിട്ട് പൈപ്പിൽ നിന്നാണ് ഒതുണ്ടാക്കുക. അപ്പോ അത് എങ്ങനെയാണ്? പലപ്പോഴും കാലൊക്കെ കഴുകുന്നിടത്ത്, ഇനി മുഖം കഴുകുന്നിടത്തും മറ്റുള്ളിടത്തൊക്കെ 3 ചെയ്താലും കാല് കഴുകുമ്പോൾ ഒരൊറ്റ കൈകൾ കഴുകിയിട്ടാണ് പോവുക ചെയ്യുക. ഇവിടെ പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ഈ 3 പ്രാവശ്യം കൊണ്ടുവരാൻ കഴിയുക? അതൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പൈപ്പിൽ നിന്ന് കാല് കഴുകിയാലും 3 പ്രാവശ്യം ചെയ്യേണ്ടതിന് പ്രായോഗികതയ്ക്ക് ഒരു തടസ്സമില്ല. നമ്മളത് ശ്രദ്ധിക്കണില്ല എന്നേ ഉള്ളൂ. നമ്മൾ പൈപ്പാണ് തുറന്നേക്കും, കാലാണ് നീട്ടിക്കൊടുക്കും, വേണമെങ്കിൽ നനഞ്ഞോട്ടേ നിൽക്കും. അപ്പൊ പിന്നെ അതുകൊണ്ട് ഒരു വട്ടമുള്ള നനച്ചിലേ കിട്ടുള്ളൂ. അതേ സമയത്ത് സുന്നത്ത് കിട്ടണമെങ്കിൽ ആ കാല് നനക്കുകയും അത് ഉരക്കുകയും കഴുകുകയും എല്ലാം ചെയ്യണം. അപ്പൊ നമുക്ക് 3 തവണയായി ആ കാല് നനച്ചാൽ 3 തവണ കിട്ടും. ഒറ്റത്തവണയാണ് നനച്ചാലോ 1 തവണയും കിട്ടും. അത് ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ. പൈപ്പ് പൂട്ടി തുറക്കുകയോ എന്ത് ചെയ്യാലോ, വെള്ളം കുറച്ച് മാത്രം ഉപയോഗിക്കുക. അങ്ങനെ പൈപ്പ് പൂട്ടി തുറക്കുക. പിന്നെ ആ കാല് 3 തവണ ആവർത്തിച്ച് കഴുകുക. അത് ഉണ്ടാക്കാൻ പൈപ്പിന്റെ ചോട്ടിലായാലും ബുദ്ധിമുട്ടില്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. അങ്ങനെ ചെയ്താൽ 3 തവണ കഴുകിയ കൂലിട്ടും, ഇല്ലെങ്കിൽ ഒറ്റ തവണ കഴുകിയ കൂലി കിട്ടും. ഓക്കെ, മൈക്ക്. ഈ ഇമാം പോക്ക് വരുന്ന തക്ബീറില്ലേ, അത് ഉച്ചത്തിൽ ചെല്ലുമ്പോൾ അയാൾക്ക് മനസ്സിൽ നിയത്ത് വേണം, ഇത് ദിക്റാന്നുള്ളത് നിയത്ത് വേണമെന്നുണ്ടോ ഉസ്താദേ? നമ്മുടെ സെമി 237 എന്ന സുഹൃത്തിന്റെ സൗണ്ട് നേരത്തെ വളരെ ലോ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആൻസർ പറയാൻ എനിക്ക് സാധിച്ചില്ലായിരുന്നു. ഇപ്പോഴും സൗണ്ട് ലോ തന്നെയാണ്, പക്ഷെ ഞാൻ ഹെഡ്സെറ്റ് വെച്ചതുകൊണ്ട് അൽഹംദുലില്ലാഹ് കേട്ട് കിട്ടി. ഏതായാലും അദ്ദേഹത്തിനും വലിയ പ്രയാസപ്പെട്ടിട്ടാണ് ഉള്ള സൗണ്ടെങ്കിലും കൂട്ടി പറഞ്ഞതെന്ന് വിചാരിക്കുക. ഏതായാലും അദ്ദേഹം ചോദിച്ചിട്ടുള്ള ചോദ്യം, ഇമാമായി നിസ്കരിക്കുന്ന ഒരാള് റുക്കൂഇലേക്കും സുജൂദിലേക്കും ഒക്കെ പോണ സമയം, അഥവാ ഇന്ത്യക്കാലിന്റെ സമയത്ത് ചെല്ലുന്ന തക്ബീർ, ആ തക്ബീർ ചെല്ലുമ്പോൾ ഇത് ദിക്റാണ് എന്ന നിയ്യത്ത് ഉണ്ടാകേണ്ടതുണ്ടോ? അതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ചോദ്യം എല്ലാവരും കേട്ടോളൂ. ഇനി കേട്ടില്ല അറിയണ്ട. ഇനി എന്റെ ജവാബും പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്, അതും കേട്ടോളൂ. എന്താണ് ഇതിന്റെ ജവാബ്? ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ ഉണ്ടാകണം. റുക്കൂഇലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും, എഴുത്തുകാരിലേക്ക് വരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാലും, ഇന്ത്യക്കാലിന്റെ സമയത്ത് ഏത് തക്ബീർ ചൊല്ലിയാലും അവിടെ ഞാൻ ചൊല്ലുന്നത് ദിക്റാണ് എന്ന ബോധം ഇമാമിന്റെ മനസ്സിലുണ്ടാകണം. മനസ്സിലായോ? നിയ്യത്ത് എന്ന് പറഞ്ഞാല് അടങ്ങനെ എന്തോ ഒരു കടിച്ചാപ്പൊട്ടാത്ത സാധനമല്ല. ഞാൻ ഈ ചെല്ലുന്നത് ദിക്റാണ് എന്നുള്ള ബോധം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകണം. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ അങ്ങനെ ഒരു ബോധത്തിന്റെ ആവശ്യമില്ല. മാത്രമല്ല, ഈ നിസ്കരിക്കുന്നവൻ
മഅ്മൂമാണെങ്കിൽ അയാൾ ഈ തക്ബീർ ചെല്ലുമ്പോൾ അപ്പോഴും ആവശ്യമില്ല. ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണ് അപ്പോഴും ആവശ്യമില്ല. മഅ്മൂമ് തക്ബീർ ചെല്ലേണ്ടത് പതുക്കെയാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നവരും തക്ബീറുകൾ ചെല്ലേണ്ടത് പതുക്കെയാണ്. ഇമാമിന് മാത്രമാണ് തക്ബീർ ഉറക്കെ ചെല്ലൽ സുന്നത്തുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം? അല്ലെ, പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. ഇപ്പൊ ചോദ്യം ചോദിച്ച സുഹൃത്ത് കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? സുഹൃത്ത് കേൾക്കുന്നുണ്ടോ? നമ്മളൊരു മസ്അല പഠിക്കുമ്പോഴേ അതിന്റെ കാര്യകാരണ സഹിതം പഠിച്ചാൽ ചിലപ്പോൾ എന്താവും, വളരെ പെട്ടെന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ് അവിടെ മാത്രം അങ്ങനെ ഒരു നിയമം? അങ്ങനെ ഒരു സംശയം ചിലപ്പോൾ പല ആൾക്കാർക്കും ഉണ്ടാകാൻ മതി. അതുകൊണ്ട് ഞാൻ അതുകൂടി പറയാം. അല്ല, പറഞ്ഞാൽ മതി, വെറുതെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. മുബല്ലിഗിനും അതാണ്, മുബല്ലിഗിനും ഉണ്ടാ പറഞ്ഞത്. ഇമാമിന് മാത്രമല്ല മുബല്ലിഗിനും അത് ബാധകമാണ്. മുബല്ലിഗ് എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ ശബ്ദം കേൾക്കാത്ത പുറകു ഭാഗത്തേക്ക് അത് കേൾപ്പിക്കാൻ വേണ്ടി ഉറക്കെ ചെല്ലുന്നവൻ. അപ്പൊ അങ്ങനത്തെ ഉറക്കെ ചെല്ലണ രണ്ടാൾക്കും ഈ നിയ്യത്ത് അനിവാര്യമാണ് എന്ന് പറയുന്നു. എന്താണ് അതിന്റെ കാരണം എന്നറിയോ? കേട്ടോളൂ. അതിന്റെ കാരണം, നിസ്കാരത്തിൽ നാടൻ വർത്താനം പറഞ്ഞാല് നിസ്കാരം ബാത്തിലാവൂലേ? നിസ്കാരത്തിൽ നമ്മൾ ദിക്റൊന്നല്ല ചെല്ലണത്, നാടൻ വർത്താനാന്ന് ഒട്ടിക്കോളി, നമസ്കാരം ബാത്തിലാവുമല്ലോ. അതെ, ബാത്തിലാവും. ഈ നാടൻ നമ്മൾ ചില ആശയം കൈമാറാൻ വേണ്ടി ചിലപ്പോ നമ്മൾ ചില വേർഡുകളും ചില ശബ്ദങ്ങളും ഒക്കെ പുറപ്പെടുവിക്കാറുണ്ടല്ലോ. ചിലപ്പോ ഒറ്റ ഹർഫിന് ചിലപ്പോൾ അർത്ഥം ഉണ്ടാവും. നമ്മൾ നിസ്കരിക്കണ നേരത്തെ ഒരാൾ വന്നിട്ട് ചോദിക്കുക, ഞാൻ അങ്ങോട്ട് കയറട്ടെ എന്ന് വെച്ചാൽ ആന്നറിഞ്ഞു, ഒറ്റ ഹർഫേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അതിന് വലിയൊരു ആശയമുണ്ട്, അല്ലേ? അപ്പൊ നമ്മുടെ ഭാഷയും പ്രയോഗവും ഏതായാലും നമ്മൾ പറയുന്ന പദത്തിന് ഒരാശയം ഉണ്ടായിരിക്കും. നമ്മുടെ സെന്റൻസിന് ഒരു ആശയം ഉണ്ടാവും. ഇവിടെ നിസ്കരിക്കുന്ന വ്യക്തി ഇമാമായിരിക്കെ അദ്ദേഹം ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ അല്ലാഹു അക്ബറിന്റെ സാധാരണ അർത്ഥം അള്ളാഹുവിനെ വാഴ്ത്തുന്ന ഒരു ദിക്റാണത്. എന്നാൽ റുക്കൂയിലേക്ക് പോകുന്ന ഇമാമ് അല്ലാഹു അക്ബർ എന്ന് ചെല്ലുമ്പോൾ ആ അല്ലാഹു അക്ബറിന്റെ രണ്ടർത്ഥ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാണ്ട് ഞാൻ പറഞ്ഞത്? ഒന്നെന്താ, ഒരർത്ഥം എന്താ, അത് അള്ളാഹുവിനെ വാഴ്ത്തുന്ന ദിക്ർ തന്നെ അതിന്റെ സാധാരണ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്താ? അതിന്റെ രണ്ടാമത്തെ അർത്ഥം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാ, മൗമൂമിങ്ങളെ ഞാൻ റുക്കൂക്ക് വയ്ക്കണം, നിങ്ങളും ഒപ്പം പോന്നോളിട്ടോ എന്നൊരർത്ഥം ഇതില്ലേ? സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇമാമ് പറയുമ്പോ ഇതാ ഞാൻ റുക്കൂന്ന് പൊത്തിക്കണട്ടോ എന്നൊരർത്ഥം ഇതില്ലേ? അപ്പൊ ആ വാചകം അല്ലാഹു അക്ബർ എന്നാണെങ്കിലും നാടൻ വർത്തമാനത്തിന്റെ ആശയം അതിലുണ്ട്. അപ്പോൾ പിന്നെ ഈ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ പറഞ്ഞതിനാൽ അത് മഅ്മൂമിങ്ങൾ കേൾക്കാനുള്ള ഉറക്കെ പറഞ്ഞത്. ആ കാരണം കൊണ്ട് തന്നെ അതിന്റെ നാടൻ വർത്തമാന സാധ്യത കൂടുതലാണ്. ആ സാധ്യത മാറ്റിയിട്ട് അതിനെ ദിക്റിന്റെ പോസ്റ്റിൽ തന്നെ ഉറച്ചു നിർത്താൻ അപ്പോൾ ഒരു നിയ്യത്ത് ആവശ്യമായി. അതുകൊണ്ടാണ് ഞാൻ ഈ ചെല്ലുന്നത് ദിക്റാണ് എന്ന ബോധത്തോടെ അയാൾ ചെല്ലണം എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മനസ്സിലാക്കണോ? അപ്പൊ ദിക്റാണെന്ന ബോധമില്ലാതെ അയാൾ ചെല്ലിയാല് അയാൾ ചെല്ലുന്ന അല്ലാഹു അക്ബർ നാടൻ വർത്താനങ്ങളുടെ കൂട്ടത്തിൽപ്പെടുകയും, കാരണം അതിന്റെ അർത്ഥം എന്താ, ഞാൻ അത് റുക്കൂ പോയിക്കണം, ഞാൻ അത് സുജൂദ് പോയിക്കണം എന്നാവിന്റെ അർത്ഥം. അപ്പൊ അത് നാടൻ വർത്തമാനങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതും, നിസ്കാരത്തിൽ നാടൻ വർത്തമാനം പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുന്നത് പോലെ ഈ നിയ്യത്തില്ലാത്ത തക്ബീർ കൊണ്ടും നിസ്കാരം ബാത്തിലാകുന്നതാണ്. അതേ സ്ഥാനത്ത് ദിക്റായി മാത്രം പരിഗണിക്കാൻ പറ്റിയ ഇത്തരം ദിക്റുകൾ നിസ്കാരത്തിൽ നിയ്യത്തില്ലാതെ ചെല്ലിയാലും നിസ്കാരം ബാത്തിലാകുന്നില്ല എന്ന് പറഞ്ഞ ചില ഇമാമിയങ്ങളും ഉണ്ട്. അത് ഞാൻ പറഞ്ഞ എന്തിനാ വെച്ചാല്, കുറെ കാലം അങ്ങനെ ഇമാമായി നിസ്കരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചോനെ ഇനിയിപ്പോ നിസ്കരിച്ച് മുഴുവനും മടക്കണോ എന്ന് ആലോചിച്ച് ബേജാറാകാതെക്കാൻ വേണ്ടി പറഞ്ഞതാ. ഓക്കെ, മൈക്ക്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേൾക്കുന്നുണ്ടോ ഉസ്താദേ? നമ്മൾ നിസ്കാരത്തിലേ, അതാണ് നമ്മൾ ചോദിക്കാനെന്ന് വരാൻ പറ്റാഞ്ഞ്. ഇപ്പോൾ ക്ലാസ് ഒക്കെ ഞാൻ നിസ്കാരത്തിന്റെ സമയത്താണ് ഉണ്ടാകുക. ഇവിടെ കുറെ മുമ്പ് എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ട് ഉസ്താദേ. ഇപ്പൊ ഈ ഫിഖ് ക്ലാസ് ഒന്നും നടക്കാത്തതുകൊണ്ടേ ചോദ്യകർത്താക്കൾ ക്ലാസ്സിൽ ഉണ്ടോ എന്നുള്ള അറിയില്ല. ഒരു ആർത്തവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു സ്ത്രീക്ക് ആദ്യം 2 3 4 ദിവസം ആർത്തവം ഉണ്ടായി, പിന്നെ കുറച്ച് ശുദ്ധിയായി 2 ദിവസം 3 ദിവസം, പിന്നെ ഉണ്ടായിട്ട് ഒരു 10 15 ദിവസത്തിന്റെ മേലെ പോയി. അങ്ങനെ ആവുമ്പോൾ അവിടെ
അതിന്റെ ആ നിബന്ധന ആ നിയമാവലികളൊന്ന് പറഞ്ഞു തന്നെ തിരക്കടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ആ ശുദ്ധിന്റെ അത് പിന്നെ അത് അയലായിട്ട് കരുതണോ, അത് ഈ 15 ദിവസത്തെ കൂടിയത് ഒക്കെ പാടെ ഒരു ഒന്നും തിരിയാത്തൊരു കോലത്തിലായി എന്നൊക്കെ പറഞ്ഞാണ്ടാണ് PM അയച്ചത്. അപ്പൊ അതൊരു ഉസ്താദിനെ കിട്ടിയാൽ ചോദിക്കാന്ന് വിചാരിച്ച് ഞാനും നിൽക്കുന്നു. അപ്പൊ ഏതായാലും ഞാൻ ചോദിച്ചു. ഇൻഷാ അല്ലാ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ചോദിച്ച ആ വ്യക്തി ആവശ്യപ്പെട്ടത് അയച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി ചോദിക്കണമൊക്കെ നല്ലതന്നെ. പക്ഷേ ഇങ്ങനൊരു ചോദ്യം വന്നാല് അതിന് ആൻസർ പറയണമെങ്കിൽ ഈ ചോദ്യം ചോദിച്ച ആളോട് തന്നെ ചിലപ്പോ നമുക്ക് കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ടാവും. മനസ്സിലായില്ലേ? അതാണ് ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ട്. കാരണം ഇതിന് ശരിക്കൊരു മസാല പറയണമെങ്കിൽ, അതിന്റെ നിയമം പറയണമെങ്കിൽ ആദ്യമായിട്ട് അർത്ഥം ഉണ്ടാകുകയാണോ അതല്ല മുമ്പ് ഉണ്ടായിക്കണോ നോക്കണം. മുമ്പ് ഉണ്ടായിക്കണമെങ്കിൽ അതിന്റെ സമയവും അതുപോലെ തന്നെ അളവും, അതായത് എത്ര ദിവസങ്ങളാണ് ഉണ്ടാകല്, ഏത് സമയത്താണ് ഉണ്ടാകല്, അത് പരിശോധിക്കണം. അതിന്റെ പുറമെ ഇപ്പോൾ ഉണ്ടായ ഈ ആദ്യത്തെ 4 ദിവസവും പിന്നെ രണ്ടാമത് 15 ദിവസത്തേക്കാൾ ഏറെ ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ, 3 ദിവസം കഴിഞ്ഞ് പിന്നെ ഉണ്ടായത്, അങ്ങനെ ഉണ്ടായതും തമ്മിലുള്ള ആ 2 രക്തസ്രാവത്തിലെയും രക്തത്തിന് മാറ്റമുണ്ടോ എന്നും പരിശോധിക്കണം. കളറോ അങ്ങനെ വല്ല മാറ്റം ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇതൊക്കെ പരിശോധിച്ചതിന്റെ ശേഷം മാത്രമേ അതിൽ ഏതാണ് ഹൈദ് ഏതാണ് ഇസ്തിഹാദത്ത് എന്ന് നിർണയിച്ച് പറയാൻ സാധിക്കൂ. അതുകൊണ്ട് അങ്ങനത്തെ ചോദ്യമുള്ള ആൾക്കാരൊക്കെ സ്വന്തം PM ചെയ്താല് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിക്കാണ്ട് അവസാനം തീരുമാനം പറഞ്ഞു കൊടുക്കാം. ഇതിപ്പോ കീശേരിയും കൊടുക്കും, ഞാനും കൊടുക്കും, ചോദിച്ചോലും കൊടുക്കും. അവിടേക്കാ അതിന്റെ പോക്ക് കേട്ടോ. ഇതൊക്കെ അറിഞ്ഞെങ്കിൽ എന്താക്കാൻ പറ്റുള്ളൂ, അതിൽ കൃത്യമായൊരു മറുപടി പറയാൻ പറ്റുള്ളൂ. അഥവാ വ്യത്യാസമുണ്ടെങ്കിൽ, രക്തത്തിന്റെ നിറവും മറ്റൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ, അവിടെ കൂടുതൽ കടുപ്പം തോന്നുന്ന നിറങ്ങൾ ഒന്നിച്ചു വന്നു, അത് 24 മണിക്കൂറിനേക്കാൾ കുറയാതിരിക്കുകയും 15 ദിവസത്തേക്കാൾ കൂടാതിരിക്കുകയും ചെയ്താൽ അതാണ് ഹൈദ്. മനസ്സിലായില്ലേ? കടുപ്പുള്ള നിറമുള്ള ആ സമയത്ത് ഹൈദ്. അത് പക്ഷെ ഈ നിബന്ധന ഒക്കണം. 1 ദിവസത്തിനേക്കാളും കുറയരുത്, 15 ദിവസത്തിനേക്കാളും കൂടരുത്. അതല്ല, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, നേരത്തെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വ്യത്യാസം ഇല്ലെങ്കിൽ കേട്ടോ, ഈ വ്യത്യാസമല്ല എന്നാൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ സമയത്തെ തൊട്ടു മുമ്പ് സമയത്ത് ഉണ്ടായ ആ ഹൈദിന്റെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ആ ദിവസങ്ങളിൽ ഹൈദും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇസ്തിഹാദത്തുമാണ് എന്ന് മനസ്സിലാക്കണം. ആദ്യമായിട്ടുണ്ടാകണ ഒരാളാണെങ്കിൽ ഒരു ദിവസം, ഒരു രാവും ഒരു പകലും മാത്രമാണ് ഹൈദെന്നും ബാക്കിയുള്ളത് ഇസ്തിഹാദത്താണ് എന്നും മനസ്സിലാക്കണം. പിന്നെ ഇനി വേറൊരു കുഞ്ഞിരായും കൊടുക്കേണ്ട മസലയിൽ പറയാണ്ട് വെറുതെ ഞാൻ അതൊക്കെ പാടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണില്ല. അതുകൊണ്ട് ഈ വിഷയം ഒന്ന് കൃത്യമായി പറയാൻ പറ്റിയ ചോദ്യകർത്താവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കൃത്യമായി തന്നെ അതിന്റെ ഹൈദ് ഏതാണ് ഇസ്തിഹാദത്ത് ഏതാണ് എന്ന് വിവരിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ ആ ചോദ്യകർത്താക്കളെ എന്താക്കണം, നേരിട്ട് PM ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. ഓക്കെ, നമ്മയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിന്റെ ചോദ്യം ഇതാണ്, ആരും ചോദിക്കാൻ പറഞ്ഞില്ല, എന്റെ അനുഭവത്തിൽ തന്നെയാണ്. ഞങ്ങളിവിടെ യശസ്കരിക്കുന്നു. അപ്പൊ ഇമാമ് 3-ാമത്തെ റക്അത്തില് അത്തഹിയ്യാത്തിന് ഇരുന്നു. അപ്പൊ ഒരാള് എണീറ്റു, 4-ാമത്തെ റക്അത്തിക്ക് എണീറ്റു, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. ബാക്കി 5 ആൾക്കാർ ഞങ്ങള് അവിടെ ഇരുന്നു ഇമാമിന്റെ ഒപ്പം നീച്ചത്. ഇമാമ് എണീക്കാതെ നീച്ചില്ല.